Lighter to Lighten Marthoma Study Forum. ഗുഡ് ഈവനിങ് ഓൾ. ലൈറ്റർ ടു ലൈറ്റൺ മർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 254 ലൈവ് വെബിനാറാണ് ഇപ്പോൾ ഇവിടെ സമാരംഭിക്കുന്നത്. കഴിഞ്ഞ 253 വെബിനാർ ഏറ്റവും ഭംഗിയായിട്ട് ഒരു ശനിയാഴ്ചയും മുടക്കമില്ലാതെ നടത്തുവാൻ ചൊരിഞ്ഞ ദൈവകൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ ഈ വെബിനാറിൽ ഗാനം ആലപിക്കാമെന്ന് നമ്മുടെ ക്ഷണപ്രകാരം സമ്മതിച്ചിരിക്കുന്നത് സ്മിത മെറിൻ തോമസ് കൊച്ചമ്മയാണ്. സ്മിത മെറിൻ തോമസ് കൊച്ചമ്മ ഇതിനു മുമ്പേയും ഒരിക്കൽ നമ്മൾക്ക് വേണ്ടി ഗാനം ആലപിച്ചാണ്. കൊച്ചമ്മ തന്നെ ആണ് ഇന്ന് പ്രാരംഭ പ്രാർത്ഥനയും നടത്തുന്നത്. രണ്ട് കാര്യവും കൊച്ചമ്മ നിർവഹിക്കാവുന്ന നമ്മുടെ റിക്വസ്റ്റിനെ മാനിച്ച് സമ്മതിച്ചിട്ടുണ്ട്. കൊച്ചമ്മ മർത്തോമ സഭയിലെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് നല്ല ഗായികയാണ്. മാരാമൺ കൺവെൻഷൻ ക്വയറിലൊക്കെ മിക്കവാറും പലവട്ടം ഗാനങ്ങൾ പാടിയിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ നല്ലൊരു പ്രഭാഷകയാണ്. അനവധി വേദികളിൽ അച്ചമ്മയുടെ പ്രഭാഷണം നടത്താറുണ്ട്. അച്ചമ്മ ഒരു അധ്യാപിക കൂടിയാണ്. അതിനേക്കാൾ പാറ്റൂർ ഇടവക വികാരി A.T. തോമസ് അച്ഛന്റെ ബസ്കിയാമ്മ കൂടിയാണ്. അങ്ങനെ എല്ലാ തലത്തിലും സഭയിലെ ഒരു വളരെ ആക്റ്റീവ് മെമ്പറാണ് സ്മിത മെറിൻ തോമസ് കൊച്ചമ്മ. കൊച്ചമ്മയെ നമുക്കിങ്ങനെ ഗാനം ആലപിക്കുവാനായിട്ട് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഗാനം ആലപിക്കുവാനായിട്ട് കൊച്ചമ്മയെ സന്തോഷപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. ലിംഹിതം ചെയ്തിടാൻ വൈമനസ്യം കാട്ടും കൈകൾ നീയെടുത്താലും ലിംഹിതം ചെയ്തിടാൻ വൈമനസ്യം കാട്ടും കൈകൾ നീയെടുത്താലും നിന്ദർശനത്തിൽ കണ്ണുകൾ എടുത്താലും നിന്ദർശനത്തിൽ കണ്ണുകൾ നീയെടുത്താലും നിൻഹിതം ചെയ്തിടാൻ വൈമനസ്യം കാട്ടും കൈകൾ നീയെടുത്താലും തൃക്കൈകളേന്തിയ ധനുസാണു ഞാൻ തൊടുത്തുകൾ തവ ലക്ഷ്യം ഭേദിക്ക വേഗം. തൃക്കൈകളേന്തിയ ധനുസാണു ഞാൻ തൊടുത്തുകൾ തവ ലക്ഷ്യം ഭേദിക്ക വേഗം. നിന്നുപയോഗം ജീവിതം ജീവിതം നിൻഹിതം ചെയ്തിടാൻ വൈമനസ്യം കാട്ടും കൈകൾ നീയെടുത്താലും അർപ്പണത്തിൻ ഗിരിശൃംഗങ്ങളെ പുൽകിടും
പടവുകളേറെ കടന്നിടാൻ അർപ്പണത്തിൻ ഗിരിശൃംഗങ്ങളെ പുൽകിടും പടവുകളേറെ കടന്നിടാൻ കുരിശതി അനന്തമാം കുരിശതി ഉയർത്ത അനന്തമാം നിൻഹിതം ചെയ്തിടാൻ വൈമനസ്യം കാട്ടും കൈകൾ നീയെടുത്താലും നിൻ ദർശനത്തിൽ വിമുഖത കാട്ടും കൺകൾ നീയെടുത്താലും നിൻ ദർശനത്തിൽ വിമുഖത കാട്ടും കൺകൾ നീയെടുത്താലും നിൻഹിതം ചെയ്തിടാൻ വൈമനസ്യം കാട്ടും കൈകൾ നീയെടുത്താലും. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ ഈ ദിവസത്തിന്റെ രാത്രി സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടി കടന്നു വരുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ഈ വെബിനാറായിട്ട് ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് കൂടുവാൻ, പ്രത്യേകിച്ച് യുദ്ധങ്ങളെയും യുദ്ധഫലങ്ങളെയും കുറിച്ച് ചിന്തിക്കുവാൻ അവിടുന്ന് തന്ന സാവകാശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾ ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ യുദ്ധത്തെക്കുറിച്ചും യുദ്ധശ്രുതികളെ കുറിച്ചും നിരന്തരമായി ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാവുന്നുവല്ലോ. കർത്താവെ, ഞങ്ങൾ ഒന്നും അതിന്റെ ഭാഗഭാക്കുകളാകുന്നില്ല, അതിന്റെ പരിണത ഫലങ്ങളൊന്നും അനുഭവിക്കുന്നില്ലെങ്കിലും ഇതിന്റെ പരിണത ഫലം അനുഭവിക്കുന്ന എത്രയോ ലക്ഷം ജനങ്ങൾ ഞങ്ങളുടെ മുൻപിലുണ്ട്. കർത്താവെ, ഈ സമയം കർത്താവെ, അവരെയെല്ലാം നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, യുദ്ധത്തിന്റെ പരിണത ഫലങ്ങൾ അനുഭവിക്കുന്ന കർത്താവെ, എല്ലാവരെയും അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, പലപ്പോഴും മനുഷ്യന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ദൈവമേ, ഞങ്ങൾക്കൊന്നും നേടുവാനായിട്ടല്ല കർത്താവെ. ദൈവമേ, നീ സൃഷ്ടിച്ച ഈ ഭൂമി ഏറ്റവും അനുഗ്രഹമാണെന്ന് ചിന്തിക്കുവാനും അത് മറ്റുള്ളവർക്ക് കൂടി കർത്താവെ അത് മറ്റുള്ളവർക്ക് കൂടി ഭാഗവാക്കുകളാക്കുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കൂടെ ഇടയാകുവാനും അവിടുത്തെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് വേദനിക്കുവാനും അവർക്ക് കർത്താവെ നല്ലത് വരുവാൻ ഞങ്ങൾ ചിന്തിക്കുവാനും ദൈവമേ ലോകത്തിനും ലോകരാഷ്ട്രങ്ങൾക്കും ഒക്കെ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴുള്ള എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കർത്താവെ പൂർണ്ണ വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ക്ലാസ്സിന് നേതൃത്വം നൽകുന്ന മജു സാറിനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഏറ്റവും അനുഗ്രഹീതമായ കർത്താവെ ഡിസ്കഷൻ നടത്തുവാൻ തക്കവണ്ണം പ്രിയ മകനെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇതിന്റെ ചുമതലയിലൊക്കെ ആയിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, നിന്റെ നാമം മഹത്വത്തിനാക്കി എല്ലാം തീർക്കണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ യാചിക്കുന്നു, കൃപയുണ്ടായിട്ട് കേൾക്കണം പിതാവേ. ആമേൻ. ആമേൻ. താങ്ക് യു കൊച്ചമ്മ. വളരെ മനോഹരമായ ഗാനവും അർത്ഥവത്തായ പ്രാർത്ഥനയും ചെയ്തതിന് പ്രത്യേക നന്ദി. ഞങ്ങൾ ഇനിയും ക്ഷണിക്കും, നമ്മളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ വെബിനാറിന്റെ മോഡറേറ്ററായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛനെയാണ്. രാജു അഞ്ചേരി അച്ഛൻ ഒരു പുതിയ വ്യക്തിയല്ല. നമ്മെ സംബന്ധിച്ച് പ്രത്യേകിച്ചൊരു ആമുഖത്തിന്റെ ആവശ്യമില്ല. എന്നാൽ ആരെങ്കിലും പുതിയതായിട്ട് ഇന്ന് പ്രവേശിച്ചിട്ടുള്ളവർക്ക് വേണ്ടി അച്ഛനെ പറ്റി ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞുകൊള്ളുന്നു. മാർത്തോമാ സഭയുടെ സഭാ കൗൺസിൽ അംഗമായി 2 ടേം ഇരുന്ന അച്ഛനാണ്. സഭയുടെ മിക്കവാറും എല്ലാ ഉന്നത കമ്മിറ്റികളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു തിയോളജിക്കൽ അധ്യാപകനായിരുന്നു. മുളന്തുരുത്തി
സെമിനാരിയിലും സഭയുടെ തിരുവല്ലയിലെ സ്ഥാപനങ്ങളിലും അച്ഛൻ അധ്യാപകനായിട്ട്, തിയോളജി അധ്യാപകനായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ അനവധി പ്രസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് പുരോഗമന പ്രസ്ഥാനങ്ങളിൽ മുൻപിൽ നിന്നിട്ടുള്ള ഒരാളാണ് രാജു അഞ്ചേരി അച്ഛൻ. പല പുസ്തകങ്ങൾ എഴുതിയിട്ടുമുണ്ട്, തർജ്ജമ ചെയ്തിട്ടുമുണ്ട്. എന്നും നമ്മോടൊത്തുകൂടി ഇന്ന് ഈ വെബിനാറിനെ തുടക്കം മുതൽ ഇന്ന് വരെ നമ്മോട് കൂടെ പങ്കുചേരുന്ന ഒരു വ്യക്തിയാണ് രാജു അഞ്ചേരി അച്ഛൻ. അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട്. ആദ്യത്തെ വെബിനാർ 2020 ജൂലൈ മാസം 25 കൂടിയപ്പോഴും അന്നത്തെ മോഡറേറ്റർ രാജു അഞ്ചേരി അച്ഛനായിരുന്നു. അച്ഛനെ ഇന്നും ഇന്നത്തെ ഈ മീറ്റിംഗിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ മജു സാറിനെ പോലെ ഒരാള് ഈ യുദ്ധഫലങ്ങളും അവതരിപ്പിക്കുമ്പോൾ അച്ഛനെ പോലെ ഒരാൾ മോഡറേറ്റർ ആകുന്നത് എന്തുകൊണ്ടും നല്ലതെന്ന് കരുതിയാണ് നമ്മൾ അച്ഛനെ ക്ഷണിച്ചത്. തീർച്ചയായിട്ടും അച്ഛൻ ആ ക്ഷണം സ്വീകരിക്കുകയും മോഡറേറ്റർ ആകാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഇന്നത്തെ ഈ വെബിനാറിന്റെ മോഡറേറ്ററായിട്ട് അച്ഛനെ ഹൃദയപൂർവ്വം സ്വാഗതം ഓതുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന ഏവർക്കും സ്വാഗതം ഓതുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വിൽസൺ. ലൈറ്റ് ടു ലൈറ്റൻ സ്റ്റഡി ഫോറത്തിൻ്റെ 254ാമത് വെബിനാറിലേക്ക് നിങ്ങളെയെല്ലാം സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ വെബിനാറിന് നേതൃത്വം നൽകുന്നത് മജു വർഗീസാണ്. യുദ്ധവും അനന്തരഫലങ്ങളും അതിൻ്റെ കോൺസിക്വൻസ്, ആ വിഷയത്തെക്കുറിച്ചാണ് സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരിക്കുന്ന മജു സംസാരിക്കുന്നത്. പാർട്ട്നേഴ്സ് ഇൻ ജസ്റ്റിസ് കൺസേൺസ് അതിൽ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നു. ഭൂമി, സമുദ്രം, പ്രകൃതി സമ്പത്തുകൾ എന്നിവ സംരക്ഷിക്കാൻ പോരാടുന്ന മനുഷ്യരോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജീവിത സമരങ്ങൾ നിരന്തരമായി പങ്കെടുക്കുന്ന വ്യക്തിയാണ്. ഫ്രണ്ട്സ് ഓഫ് ദി എർത്ത് ഇന്റർനാഷണലിസ്റ്റ് സോളിഡാരിറ്റി സിസ്റ്റം ഏഷ്യ പസഫിക് ഫോക്കൽ പോയിന്റിലെ 13 രാജ്യങ്ങളെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ നേതൃത്വം മജു നൽകിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ ഫിഷർ വർക്കേഴ്സ് ഫോറത്തിലും വേൾഡ് ഫോറം ഓഫ് ഫിഷർ പീപ്പിളിലും പ്രവർത്തിച്ചിരുന്നു. ഫാദർ കൊച്ചേരിയോടൊപ്പം പ്രവർത്തിച്ചിരുന്നു. മുംബൈയിലെ ചേരി പ്രദേശങ്ങളിൽ അവരുടെ അവകാശങ്ങൾക്കായിട്ടുള്ള പോരാട്ടങ്ങളിൽ മജു പങ്കെടുത്തിരുന്നു. ടിസിനോട് ചേർന്ന് അവിടെ പ്രവർത്തിച്ചിരുന്നു. ലോക ബാങ്കിൻ്റെ പദ്ധതികൾ മൂലമുണ്ടാകുന്ന നിർബന്ധിത പുനരധിവാസത്തെക്കുറിച്ച് പഠിക്കുന്ന ടിസിൻ്റെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൻ്റെയും UAEയുടെയും സംഘത്തിലെ അംഗമായിരുന്നു. ഓക്സ്ഫാം ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിലും മജു ഡൽഹിയിലെ പങ്കാളിയായിരുന്നു. എല്ലാ കുട്ടികൾക്കും സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം അവകാശ ഫോറത്തിൽ അംഗമായിരുന്നു. ഓക്സ്ഫാമിൻ്റെ സമൂഹങ്ങളെ ഒന്നിപ്പിക്കുന്ന സാമുദായിക ഐക്യ പ്രവർത്തനങ്ങളിലും മജു പങ്കാളിയായിരുന്നു. US ആസ്ഥാനമായ ബാങ്ക് ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ ഇന്ത്യ മാനേജരായിരുന്നു. പീപ്പിൾസ് ബ്രിക്സ് നെറ്റ്വർക്കിലെയും ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും സംബന്ധിച്ച വർക്കിംഗ് ഗ്രൂപ്പിൽ പ്രവർത്തിച്ചിരുന്നു. സെൻറ്റർ ഫോർ ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റി പ്രോഗ്രാം ആൻഡ് ഓപ്പറേഷണൽ ഡയറക്ടറായിരുന്നു. AIIB, ബ്രിക്സ്, G20 എന്നിവയുടെ മീറ്റിങ്ങുകൾക്ക് സമാന്തരമായി നടത്തുന്ന സമൂഹ നേതൃത്വത്തിലുള്ള സിവിൽ സൊസൈറ്റി ഇവൻറ്റുകൾ സംഘടിപ്പിക്കുന്ന മജു ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നു എന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം പേരിൽ മജുവിനെ വളരെ ഹാർദവുമായിട്ട് ഈ ഫോറത്തിലേക്ക് സ്വാഗതം ചെയ്യും.
അദ്ദേഹം സംസാരിക്കുന്ന വിഷയം യുദ്ധവും അതിൻ്റെ കോൺസിക്വൻസും യുദ്ധാനന്തര ഫലങ്ങളും എന്നുള്ളതാണ്. കേരളത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് യുദ്ധവും യുദ്ധത്തിൻ്റെ കെടുതികളും എന്ന് പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാകത്തില്ല. കാരണം നമ്മൾ നേരിട്ട് ഒരു അനുഭവത്തിലൂടെ കടന്നു പോയിട്ടില്ല. അതുകൊണ്ട് ഡോക്ടർ തുകായി നഗാഷി എഴുതിയ ഹിരോഷിമ ഡയറി എന്നുള്ള പുസ്തകം അനേക വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചപ്പോൾ അതിലെ ചില കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും നിലനിൽക്കും. ഹിരോഷിമയിലെ ബോംബ് വീണ് നൂറുകണക്കിന് ആളുകളെ ആശുപത്രികളിലേക്ക് കൊണ്ടുവരികയും അവർക്കെല്ലാം ചികിത്സ നൽകാനുള്ള ബദ്ധപ്പാടിലും ശ്രദ്ധയിലും ഓടി നടക്കുകയും ചെയ്തപ്പോൾ ഒരു നിമിഷം ഡോക്ടർ സ്വന്തം ഭവനത്തെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, മക്കളെക്കുറിച്ച് ചിന്തിച്ചു. പെട്ടെന്ന് കാർ ഓടിച്ച് തൻ്റെ വീടിരുന്ന സ്ഥലത്ത് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു ചാരക്കൂമ്പാരം, ആ ചാരക്കൂമ്പാരത്തിൽ അദ്ദേഹം സൂക്ഷിച്ചു നോക്കിയപ്പോൾ തൻ്റെ ഭാര്യയുടെ നെക്ലേസ് ഉരുകി അതിനകത്ത് കിടക്കുന്നത് കണ്ടു. സമയം നഷ്ടപ്പെടുത്താനില്ലാത്തതുകൊണ്ട് ഡോക്ടർ തിരികെ ആശുപത്രിയിലേക്ക് തിരികെ പോയി. അങ്ങനെ ദാരുണമായിട്ടുള്ള ജീവിതാനുഭവങ്ങളാണ് ഹിരോഷിമ ഡയറി മുഴുവനും എഴുതിയിരിക്കുന്ന സംഭവങ്ങൾ. കഴിഞ്ഞ ആഴ്ചയിൽ വെസ്റ്റ് ബാങ്കിലെ ഒരമ്മ, 10 മക്കളുടെ ഒരമ്മ ഡോക്ടർ ആശുപത്രിയിലായിരിക്കുമ്പോൾ ടേബിളിലേക്ക് ബോംബിങ്ങിലെ തകർന്ന ഭവനത്തിലെ ആളുകളെ എത്തിച്ചു. ആ മൃതദേഹങ്ങൾ 9 എണ്ണം ആ ഡോക്ടറുടെ തന്നെ കുഞ്ഞുങ്ങളായിരുന്നു എന്നുള്ളതാണ്. ഭർത്താവും ഒരു മകനും പരിക്കേറ്റവര് വേറെയും ഉണ്ടായിരുന്നു. അങ്ങനെ ലോകത്തിലെ മനുഷ്യജീവിതങ്ങളെ ദുരന്ത ഭൂമിയിലേക്ക് ആനയിക്കുന്ന യുദ്ധം മനുഷ്യവർഗത്തിനെതിരാണ്. എന്നാൽ രാഷ്ട്രീയ നേട്ടങ്ങൾക്കും ലാഭങ്ങൾക്കും ലാഭക്കൊതികൾക്കും ആയിട്ട് ലോകം വിഭജിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. ഇന്നും യുദ്ധം നമ്മുടെ മുന്നിൽ നിൽക്കും. റഷ്യയും യുക്രൈനുമായിട്ടുള്ള യുദ്ധം നിർത്തിയില്ല എന്നുള്ള മട്ടിൽ തുടരുന്നു. ഹമാസും ഇസ്രയേലും വഴങ്ങാതെ പരസ്പരം പോരടിച്ചു നിൽക്കും. ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ നിൽക്കും. എന്ത് സംഭവിക്കും നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് യുദ്ധത്തെയും അതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് മജു നമ്മളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് മജുവിനെ ഞാൻ വളരെ ഹാർദവമായിട്ട് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. താങ്ക് യു മജു. ക്ഷണിച്ചതിൽ വളരെ നന്ദി. ആദ്യം പറയാനൊരു സാമൂഹ്യ പ്രവർത്തകനാണ്, ഒരു ഇന്റർനാഷണൽ റിലേഷൻസിന്റെ എക്സ്പേർട്ടാണ്. തോമസിന്റെ ഭവനത്തിൽ നടന്ന ഓർമ്മ കൂട്ടയിൽ പങ്കെടുത്ത് സംസാരിച്ചപ്പോഴാണ് വിൽസൺ സാർ എന്നെ ഇതിനായിട്ട് ക്ഷണിക്കുന്നത്. എന്റെ ഇപ്പോഴത്തെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാ 2 മാസം കൂടുമ്പോഴും പലസ്തീനിലെ ഞങ്ങളുടെ സംഘടനയിലെ സുഹൃത്തുക്കളെ വിളിക്കുക, അവരുടെ കാര്യങ്ങൾ അറിയുക, അവരുമായി അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക. ഇത് എൻ്റെ ഒരു റുട്ടീന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. എല്ലാ തിങ്കളാഴ്ചയും ഞങ്ങൾ കൂടുമ്പോൾ ഞങ്ങൾ പലസ്തീനിലെ സുഹൃത്തുക്കളുണ്ട്. ഞങ്ങളുടെ കമ്മിറ്റിയിലെ പലസ്തീനിലെ ഒരു സുഹൃത്തു കൂടെ ഉണ്ട്. ഒരു വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശത്താണ് ജീവിക്കുന്നത്, ഗാസയിലല്ല. ഓരോ പ്രാവശ്യവും അടുത്ത പ്രാവശ്യം കാണും എന്ന് ഉറപ്പില്ലാതെ പിരിയുന്ന, കുടിവെള്ളം കിട്ടുമോ എന്നറിയാതെ പിരിയുന്ന ഒരവസ്ഥയാണ്. മരിച്ചുപോയ ഗാസയിലുള്ള ഫീൽഡ് വർക്കേഴ്സിന്റെ കഥകൾ പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു രാജുവൻ ജയരാജൻ അച്ഛനെ എന്നെ അറിയില്ല. ഞാൻ തിരുവനന്തപുരത്ത് എസ് സെന്ററിലുണ്ടായിരുന്നു കുറെ കാലം.
ഇന്ന് ലോക മുതലാളിത്തം നടത്തുന്ന ഏറ്റവും വലിയ യുദ്ധങ്ങളിൽ ഒന്നാണ് ഫലസ്തീൻ ജനതയ്ക്കെതിരായിട്ടുള്ള യുദ്ധം. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് പക്ഷേ ഫലസ്തീനെ കുറിച്ചോ ഉക്രൈനെ കുറിച്ചോ അല്ല. എങ്കിലും ഫലസ്തീൻ ജനതയ്ക്കായിട്ടുള്ള യുദ്ധവും ഫലസ്തീന്റെ ഭൂമി കയ്യേറുവാനുള്ള സാമ്രാജ്യത്തിന്റെ ശ്രമവും അതിനെ ചെറുത്തു നിൽക്കുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ നിന്ന് അവര് ഗ്രാജുവേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഓരോരുത്തരും ഫലസ്തീനുമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ ബന്ധങ്ങളെ കുറിച്ച് പറയുകയും അതിന്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കാൻ തയ്യാറായി തന്നെ അതിന് നേരിടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരു വലിയ മൂവ്മെന്റ് BDS, ബോയ്ക്കോട്ട്, സാങ്ഷൻസ് ആൻഡ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, ഇസ്രയേലുമായി ബന്ധപ്പെട്ടുള്ള പ്രോഡക്ട്സിന്റെ ബോയ്ക്കോട്ട് ചെയ്യാനും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാൻ ആളുകളെ ആവശ്യപ്പെടുന്നതും അതേസമയം അവർക്ക് സാങ്ഷൻസ് ആവശ്യപ്പെടുന്നതുമായിട്ടുള്ള വലിയ മൂവ്മെന്റ് ലോകത്തെമ്പാടുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇന്ത്യയിൽ പല നഗരങ്ങളിലും BDSന്റെ ഭാഗമായി ടാറ്റയുടെ സ്റ്റുഡിയോയ്ക്കെതിരായിട്ടുള്ള പ്രകടനങ്ങൾ നടന്നു. പല യൂണിവേഴ്സിറ്റികളും ഇന്ന് വളരെ കൃത്യമായി ഇസ്രയേൽ യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള പാർട്ണർഷിപ്പിലാണ്. അതിനെയൊക്കെ വളരെ കാര്യമായി എതിർക്കുന്ന ഒരു മൂവ്മെന്റ് ലോകത്തെമ്പാടുമുണ്ട്. അതിന്റെ കുറേയൊക്കെ ആളുകൾ ഇന്ത്യയിലും നമ്മുടെ കൊച്ചു കേരളത്തിലുമുണ്ട്. എനിക്കറിയില്ലെങ്കിൽ കൂടിയും തിരുവനന്തപുരത്ത് അവരിൽ പോസ്റ്റ് എഴുതുന്നതിന്റെ പടങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെ കാണുകയുണ്ടായി. ഗാസയിലെ സുഹൃത്തുക്കൾക്ക്, സാധാരണ മനുഷ്യർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ചർച്ചയിലേക്ക് കേടാം. ഇന്നത്തെ ചർച്ചയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വെക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അത് ഇന്ത്യയും പാകിസ്ഥാനുമായി കഴിഞ്ഞ ഇടയ്ക്ക് നടന്ന ആ ഒരു കോൺഫ്ലിക്റ്റിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു 2-3 കാര്യങ്ങൾ മുന്നോട്ട് ചർച്ചയ്ക്കായിട്ട് വെക്കുന്നത്. ഒരു ചെറിയ പ്രസന്റേഷൻ ഉണ്ട്. ഞാൻ ആ പ്രസന്റേഷൻ വെച്ചുകൊണ്ട് സംസാരിക്കാം. പ്രസന്റേഷൻ വിസിബിൾ ആണോ? പ്രസന്റേഷൻ കാണാൻ കഴിയുന്നുണ്ടോ? കാണാം. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, അഞ്ചേരിയച്ചൻ ഹിരോഷിമയിലെ കഥകൾ പറഞ്ഞു തുടങ്ങി. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടും ന്യൂക്ലിയർ വാറിന്റെ ഒരു ബ്രിങ്കിൽ തന്നെ എത്തി എന്ന് പറയുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഇത് എന്ന് ചില റിപ്പോർട്ടുകളുണ്ട്. അതായത് അമേരിക്ക ഇടപെടുന്നതിന് മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും ഒരുപക്ഷെ അതിന്റെ ഒരു എസ്കലേഷന്റെ ഭാഗമായി ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടാകാം എന്നുള്ള ഒരു വിവരം പല ലോകരാഷ്ട്രങ്ങൾക്കും കിട്ടി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഭീകരത നമ്മൾ ആരും തന്നെ കണ്ടിരുന്നതല്ല. പക്ഷെ അത് പറയുമ്പോൾ നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യമുണ്ടായി. 1998 ഖറാൻ നമ്മൾ ആഘോഷിച്ചപ്പോൾ, ഇങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു, നമ്മളോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഇനിയൊരു യുദ്ധം കാണില്ല, കാരണം there is a nuclear deterrence. ന്യൂക്ലിയർ ബോംബ് എന്ന് പറയുന്നത്, ഇന്ത്യ ന്യൂക്ലിയർ ബോംബ് പൊട്ടിക്കുന്നത് ഒരു ഡിറ്ററൻസ് ആണ്. അതിനെ ഏറ്റവും കൂടുതൽ എതിർത്ത ആളുകളുടെ കൂട്ടത്തിൽ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ഭാഗമായിരുന്ന ഡോക്ടർ നൈനാൻ ഘോഷ് സാറായിരുന്നു. നൈനാൻ ഘോഷ് സാറുമായിട്ടൊത്ത് തിരുവനന്തപുരത്ത് 2-3 പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുവാനും പ്രകടനങ്ങളിൽ പങ്കെടുക്കുവാനും ഒക്കെ ഉള്ള അവസരം ഞാനും അതിന്റെ ഭാഗമായിരുന്നു. പക്ഷേ അന്ന് മുതൽ ചോദ്യം ചെയ്ത ഒരു സാധനമാണ് ഈ ഡിറ്ററൻസ്. ഈ ന്യൂക്ലിയർ ഡിറ്ററൻസ് എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ വിറ്റ ഒരു ചരക്കായിരുന്നു ഈ പൊക്കറൻ. ഇനി യുദ്ധങ്ങൾ ഉണ്ടാവില്ല,
ഉണ്ടാവാൻ കാരണം അവർ പറഞ്ഞു മ്യൂച്വലി അഷ്വർഡ് ഡിസ്ട്രക്ഷൻ ആണ് അത് ഒരു യുദ്ധത്തെ തടുക്കും. അതുകൊണ്ട് ന്യൂക്ലിയർ ഡിറ്ററൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇത് നാറ്റോ തുടങ്ങി വെച്ച ഒരു തിയറിയാണ്. പക്ഷേ ഈ കഴിഞ്ഞ യുദ്ധത്തിലും ഇതുവരെയുള്ള കാര്യത്തിനകത്തും നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് there is nothing like a deterrence. ഈ യുദ്ധത്തിനെ ന്യൂക്ലിയർ വാർ ഹെഡ്സ് നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ യുദ്ധം ഒരു ഡിറ്ററൻസ് ആവില്ല. ഒരുപക്ഷെ അതിന്റെ നേർ വിപരീതമാണ്. പാകിസ്ഥാനും ഇന്ത്യക്കും ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വൾണറബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അതാണ് എനിക്ക് ആദ്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. നമ്മളെ റിയാലിറ്റി ചെക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ പൊക്രാന് ശേഷം കാർഗിൽ ഉണ്ടായിട്ടുണ്ട്, ചൈനയുമായിട്ടുള്ള ടെൻഷൻസ് ഉണ്ടായിട്ടുണ്ട്, ഈ അടുത്ത ഇടെ ഉണ്ടായ യുദ്ധത്തിന് സമാനമായിട്ടുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അതിർത്തി ലംഘിച്ച് ന്യൂക്ലിയർ അല്ല വാർ ഹെഡ്സ് പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ യുദ്ധവിമാനം കടന്ന് ഈ ന്യൂക്ലിയർ ഡിറ്ററൻസ് ഫെയിൽ ആണെങ്കിൽ ന്യൂക്ലിയർ വെപ്പണൈസേഷനോടുള്ള നമ്മുടെ നിലപാടുകൾ എന്തായി? നമുക്കെല്ലാം അറിയാം. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ഭാഗമായിട്ട് വേൾഡ് ഡിസാർമമെന്റ് ക്യാമ്പയിൻ ഒരു സമയത്ത് തുടങ്ങിയതാണ്. അത് യുണൈറ്റഡ് നേഷൻസ് തന്നെ 80കളുടെ അവസാനത്ത് ആ ഒരു ക്യാമ്പയിൻ ലോകമെങ്ങും ഡിസാർമമെന്റിന് വേണ്ടിയായിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഒരു നെക്സ്റ്റ് ഫേസ് തുറക്കാനായിട്ടുള്ള ഒരു സമയമായിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രംപ് പറഞ്ഞത് നമ്മളൊരു ന്യൂക്ലിയർ വാറിൽ നിന്ന് ജസ്റ്റ് രക്ഷപ്പെട്ടു എന്നാണ്. ട്രംപിനെ വിശ്വസിക്കുകയല്ല, പക്ഷെ അതിന്റെ എല്ലാ സാഹചര്യത്തിലും അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാം. ഇതുപോലുള്ള ഒരു എസ്കലേഷൻ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നത് ഈ ന്യൂക്ലിയർ ബോംബ് എന്ന് പറയുന്ന ഓലപ്പന്ത് കാണിച്ച് ഞങ്ങളെ പേടിയുണ്ടാകും എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്കൊരു വി ആർ ഇൻ അനദർ കോൺഫ്ലിക്റ്റ്. ഇന്ത്യയുടെ തന്നെ ഈ പോളിസിയിലുള്ള മാറ്റം നമ്മൾ അങ്ങോട്ട് കയറി അടിക്കും എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യത്തിലാണ് നമ്മുടെ രാഷ്ട്രം ഇന്ന് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ന്യൂക്ലിയർ ഡോക്ട്രിൻ, നമ്മുടെ ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ചപ്പോൾ തന്നെ നമ്മൾ ഡോക്ട്രിൻ ഉണ്ടാക്കി. വാജ്പേയിയുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഡോക്ട്രിനാണ്. ഇതിനകത്ത് നോ ഫസ്റ്റ് യൂസേജ് എന്ന് പറയുന്ന ഒരു പോളിസി ഉണ്ടാക്കി. പക്ഷെ ഈ പോളിസി പോലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഡിറ്ററൻസ്, ഈ നോ ഫസ്റ്റ് യൂസേജ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് ആശാവഹമായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ ആദ്യം ന്യൂക്ലിയർ ബോംബ് തന്നെ ഇടണം എന്ന് പറയാനായിട്ടുള്ള ഒരു ധാർഷ്ട്യം കാണിക്കുന്നതാണ്. ഞാൻ 2 കോട്ടുകളാണ് മുന്നോട്ട് ഇവിടുത്തെ ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. ഒന്ന്, ഇപ്പോഴത്തെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് പറഞ്ഞ ഒരു കോട്ടാണ്, ട്വീറ്റ് ചെയ്തൊരു കോട്ടാണ്. രാജ്നാഥ് സിംഗ് പറഞ്ഞു, ഇന്ത്യ നോ ഫസ്റ്റ് യൂസിൽ വിശ്വസിക്കുമ്പോൾ തന്നെ അത് തുടരും ഭാവിയിൽ എന്നുള്ളതിനെ കുറിച്ച് ഒരു ഉറപ്പും നൽകാനാകും. ഇതിനു മുമ്പേ റാഫേൽ വിമാനം വാങ്ങിക്കുന്ന സമയത്തെല്ലാം നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന മനോഹർ പാരിക് ഗോവയിൽ നിന്നുള്ള ചീഫ് മിനിസ്റ്റർ ആയിരിക്കുകയും അതേസമയം ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരിക്കുകയും ചെയ്യുന്ന മനോഹർ പാരിക്കും ഇതേ അഭിപ്രായം, അതായത്
നോ ഫസ്റ്റ് യൂസ് പോളിസി ഇന്ത്യക്ക് അപകടം ചെയ്യും, അത് മാറ്റി എഴുതണം എന്ന് ഡൽഹിയിൽ വെച്ച് നടന്ന ഒരു മീറ്റിംഗിൽ അദ്ദേഹം പറയുകയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു വളരെ പ്രധാനമായി മുന്നോട്ടുള്ള നമ്മുടെ ചർച്ചകളിൽ നമ്മൾ ഉണ്ടാവേണ്ടത് ഈ ന്യൂക്ലിയർ ഡിറ്ററൻസിനെ കുറിച്ചും ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസിയെ കുറിച്ചുമുള്ള ചർച്ചയ്ക്ക് നമ്മൾ പൊതുസമൂഹത്തിൽ വീണ്ടും നമ്മുടേതായ ശബ്ദങ്ങൾ ഉയർത്തേണ്ട ഒരു സമയമായിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മളൊരു കവചം സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ മറ്റ് ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയോ ചെയ്യുന്നില്ല. ഒരുപക്ഷെ അതിന്റെ വിപരീതം ആയിട്ടായിരിക്കും ഈ ഒരു പ്രോസസ് മുന്നോട്ട് പോകുന്നത്. ചർച്ച വളരെ കുറഞ്ഞുവെങ്കിലും സമാധാനപരമായ ഒരു ലോകത്തിന് ജീവിക്കണമെങ്കിൽ അത് ഒരു ന്യൂക്ലിയർ ഫ്രീ ആയിരിക്കും. അതിനകത്ത് ഡിസാർമമെന്റ്, അതായത് യുദ്ധങ്ങളിൽ രാഷ്ട്രങ്ങൾ ചെലവഴിക്കുന്ന അതിന്റെ സാമ്പത്തിക ഒരു ജസ്റ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് നെയ്വാണെന്ന് തോന്നുമ്പോൾ പോലും ഒരു ന്യൂക്ലിയർ രഹിത ലോകത്തിന് വേണ്ടിയായിട്ടുള്ള ഒരു ശ്രമം എനിക്ക് തോന്നുന്നു ഈ ഒരു സമൂഹം, അതായത് ഒരു ഫെയ്ത്ത് കമ്മ്യൂണിറ്റിയുടെ ഒരു അഫർമേഷൻ അതിനെ സംബന്ധിച്ച് വീണ്ടും ഉണ്ടാവേണ്ടതുണ്ട്. ന്യൂക്ലിയർ ഡിസാർമമെന്റുമായിട്ട് ബന്ധപ്പെട്ട് അതേസമയം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടും കാര്യങ്ങൾ. രണ്ടാമതായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, യുദ്ധത്തിന്റെ ഒരു ഫലം എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുന്ന രാഷ്ട്രത്തോട് മാത്രമല്ല, അത് ആ യുദ്ധം എന്താണ് സ്വന്തം രാഷ്ട്രത്തിൽ ഉണ്ടാകുന്നത്, അതിന്റെ ഫലം എന്താണെന്നുള്ളത്. അതിന്റെ ഒരു ഫലം ഞാൻ ഒരു കേസ് സ്റ്റഡി ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അഹമ്മദാബാദാണ്. ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോൾ തന്നെ സിവിൽ ലിബർട്ടീസ്, അതായത് നമ്മുടെ ഓരോരുത്തരുടെയും കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള റൈറ്റ്സ്, ഇതിന്റെ ഒരു വലിയ കാഷ്വാലിറ്റിയാണ്. നമുക്കറിയാം ഈ യുദ്ധം, ഞാൻ ഈ ഒരു കേസ് എന്നുള്ള രീതി നമുക്കെല്ലാം ആ സമയത്ത് അറിയാം, പാകിസ്ഥാനെതിരായിട്ടുള്ള യുദ്ധം ഒരു പ്രത്യേക റിലീജിയസ് കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടുള്ള ഒരു യുദ്ധമായി മാറ്റാനായിട്ട് വളരെ കാര്യമായിട്ടുള്ള ഒരു ശ്രമം നടക്കുകയുണ്ടായി. മുസ്ലിം സഹോദരങ്ങൾക്കെതിരായിട്ടുള്ള ഒരു യുദ്ധമായിട്ട് മാറ്റുവാനായിട്ടുള്ള ഒരു വലിയ കാര്യമായിട്ടുള്ള ശ്രമം ഉണ്ടായി. ആ സമയത്തെ പത്രങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാ ദിവസവും പലയിടങ്ങളിലായി ഈ ഒരു വാർത്ത ഞങ്ങളിൽ വായിച്ചുകൊണ്ടിരുന്നതാണ്. അറ്റാക്സ് ഓൺ മുസ്ലിംസ്, അറ്റാക്സ് ഓൺ മൈനോറിറ്റീസ്, അവരുടെ അവകാശങ്ങൾ. ഇതാണ് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്. ഞാന് അഹമ്മദാബാദിലെ ചന്ദോല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഉണ്ടായ ഒരു ഡിമോളിഷനെ കുറിച്ച് പറയുക. ഇന്ത്യയിൽ ബംഗ്ലാദേശികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിംസിനെ സാധാരണ രീതിയിൽ നോർത്ത് ഇന്ത്യയിൽ പറയുന്ന ഒരു വാക്കുകൂടിയാണ്. ബംഗാളികൾ അല്ലെങ്കിൽ ബംഗ്ലാദേശികൾ എന്ന് പറയുന്ന ആളുകൾ, അവരെ നമുക്ക് എല്ലാവർക്കും അമിത്ഷായുടെ CA/NRC പ്രൊട്ടസ്റ്റിന്റെ സമയത്തുണ്ടായിരുന്ന പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മൾ എല്ലാവരും തന്നെ. പുഴുക്കളായിട്ട് അവരെ അടിച്ചു കൊല്ലാനായിട്ടും ചെതലുകളായിട്ട് അവരെ തട്ടിക്കളയാനുമായിട്ടും എല്ലാം പറഞ്ഞുകൊണ്ടുള്ള
ഇന്ത്യൻ ഹോം മിനിസ്റ്ററിന്റെ തന്നെ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നെ വളരെ പേഴ്സണലായി തന്നെ ബാധിച്ച ഒരു ഒരു സംഭവമായിരുന്നു അഹമ്മദാബാദ്. അഹമ്മദാബാദിൽ ഏകദേശം പല ഫിഗേഴ്സ് 6500 പേര് പല സ്ലം കമ്മ്യൂണിറ്റിയിൽ നിന്ന് മുസ്ലിംസിനെ ഡീറ്റെയിൻ ചെയ്യുകയുണ്ടായി. ബംഗ്ലാദേശികളാണ് എന്നുള്ള ഒരു 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 സസ്പിഷൻ. അതിനുശേഷം ഹിറ്റ്ലറിന്റെ ജർമ്മനിയിൽ ചെയ്ത പോലെ ഇവരെ 7 കിലോമീറ്റർ പരേഡ് ചെയ്തുകൊണ്ട് അഹമ്മദാബാദിലെ തെരുവുകളിലൂടെ നടത്തി. 2 സൈഡിലും തൂക്കി വിളിക്കുന്ന പോപ്പുലേഷന്റെ ഇടയിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, നമ്മുടെ റൂൾ ഓഫ് ലോ, ഇതിനെല്ലാം തന്നെ കാറ്റിപ്പറത്തിക്കൊണ്ട് ഒരു ജനവിഭാഗത്തിനെ, ജൂതരെ എങ്ങനെ ജർമ്മനിയിൽ ക്രിമിനലൈസ് ചെയ്തോ, ഒരു കളക്റ്റീവ് പണിഷ്മെന്റ് എന്നുള്ള രീതിക്ക് ഈ സമൂഹത്തിനെ മുഴുവൻ റോഡിലൂടെ പരേഡ് ചെയ്യാനുണ്ടായത്. അവരുടെ ചേരി പ്രദേശം അത് ഈ ഒരു ലേക്കിന്റെ അടുത്താണ്. ചന്തോല എന്ന് പറയുന്നത് അവിടുത്തെ ഒരു കുടിവെള്ള അവിടുത്തെ ഒരു ലേക്കാണ്. അഹമ്മദാബാദിൽ ഒത്തിരി ലേക്കുകൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. പല ലേക്കുകൾ ഇപ്പോൾ അപ്രദേശമായി. പക്ഷെ ഉള്ളതിൽ ഒന്നാണ് ഇപ്പോൾ ഈ ചന്തോല ലേക്ക്. അഹമ്മദാബാദിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം, ഞാൻ അവിടെ റയറ്റ് കഴിഞ്ഞ് ഒരു മാസം അവിടുത്തെ ക്യാമ്പുകളിൽ മുസ്ലിം സഹോദരങ്ങളോടൊപ്പം ജീവിച്ച ഒരാളാണ്. FIR ചെയ്യാനായിട്ട് ആളുകളെ കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും അവിടുത്തെ അന്നത്തെ ഒരു വർക്ക്. ഈ അഹമ്മദാബാദ് ഒരു സെഗ്രിഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. അതായത് അവിടെ എല്ലാവിടെ താമസിക്കാനുള്ള സ്ഥലമില്ല, സൗകര്യമില്ല. ചില പ്രദേശങ്ങളിൽ മുസ്ലിംസ് ബാൻഡാണ്. അവർക്ക് വാടകയ്ക്ക് വീടോ അവർക്ക് താമസ സ്ഥലമോ അവർക്ക് വാങ്ങിക്കാനോ കഴിയില്ല. ഉള്ളവരെ തന്നെ വിറ്റേച്ചു പോകുന്ന ഒരവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിൽ ഈ ആളുകളെല്ലാം തന്നെ ഇല്ലീഗൽ സെറ്റിൽമെന്റുകളിലൊക്കെയാണ് എത്തിച്ചേരുന്നത്. അതോടൊപ്പം തന്നെ വർക്കേഴ്സ്, ഗുജറാത്ത് വളരെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഫാക്ടറി നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു. ഇവിടെ ജോലി ചെയ്യാൻ UP-യിലെയും ബീഹാറിലെയും ബംഗാളിലെയും എല്ലാം വർക്കേഴ്സ് അവർ മുസ്ലിംസ് ആണെങ്കിൽ വന്ന് പെടുന്നത് ഇതുപോലെയുള്ള ഇല്ലീഗൽ സെറ്റിൽമെന്റ് കോളനിയിലാണ്. ഏകദേശം 2000-ൽ കൂടുതൽ വീടുകൾ അവര് 100 കണക്കിന് ബുൾഡോസേഴ്സ് ഒരുമിച്ച് കൊണ്ടുവന്ന് ആ സമയത്ത് നശിപ്പിക്കുകയാണ് ഉണ്ടായത്. മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് കുടിയേറി. അന്ന് രാത്രി തന്നെ അവിടുത്തെ PUCL പ്രവർത്തകർ എല്ലാവരും തന്നെ കോടതിയിൽ പോയി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ തന്നെ സുഹൃത്തുക്കൾ പലരും ഉണ്ട്. പ്രസാദ് ചാക്കോയെ ഒരുപക്ഷെ പലർക്കും അറിയാമായിരിക്കും, ഇവിടെയുള്ള പലർക്കും അറിയാമായിരിക്കും. അവരെല്ലാം തന്നെ കോടതിയിൽ അഹമ്മദാബാദിൽ പോവുകയും പക്ഷെ കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് പോകാനായിട്ട് കഴിയുകയും ചെയ്തു. ഈ പിടിച്ചുകൊണ്ട് പോയ 6500 പേരിൽ ഞാൻ കഴിഞ്ഞ ദിവസം അവിടുത്തെ അഡ്വക്കേറ്റുമായിട്ട് സംസാരിക്കുകയാണ്. ഞാൻ അവരോട് ചോദിച്ചു, അവസാനം ഈ എത്ര പേരെ ബംഗ്ലാദേശീസ് എന്ന് പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചു. അതിനകത്ത് കേവലം 3 പേർക്ക് അവരുടെ ഐഡന്റിറ്റി പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. ബാക്കി എല്ലാവരെയും വെറുതെ വിടുകയാണ് ചെയ്തത്. ഒരു സ്പെക്ടക്കിൾ ഉണ്ടാക്കുകയായിരുന്നു ഉദ്ദേശം. ഈ ആളുകളുടെ തന്നെ ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ചില റെക്കോർഡ്സ് പോലീസ് സമർപ്പിക്കുകയുണ്ടായി. നമ്മുടെ സുഹൃത്തുക്കൾ
ബംഗ്ലാദേശിലേക്ക് അയച്ചു കൊടുത്തപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഹിന്ദിയിൽ ഇതുപോലെയുള്ള റെക്കോർഡ്സ് ഉണ്ടാക്കാറില്ല, അത് ബംഗാളിലാണ് ഉണ്ടാക്കുന്നത്. ഫോൾസ് ആയിട്ടുള്ള റെക്കോർഡ്സ് ഉണ്ടാക്കി ഇവരെ അവിടെ നിന്ന് മാറ്റുകയാണ് ചെയ്തത്. ഞാൻ കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻസിന്റെയോ ഡിഗ്നിറ്റി വയലേഷൻസിന്റെയോ ഇത് കസ്റ്റോഡിയൽ ടോർച്ചറായി തന്നെ കാണണം എന്നുള്ള മുൻ NHRC വിധിയോ ഒന്നും പരാമർശിക്കുന്നില്ല. ഇതെല്ലാം തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ ഇതിനെ കണക്ട് ചെയ്യുന്നത് യുദ്ധവുമായാണ്. യുദ്ധാനന്തരം ഉണ്ടായ ചില സിവിൽ ലിബർട്ടീസിനോടുള്ള ചോദ്യം. യുദ്ധത്തിനെതിരെ ഒരു പ്രൊട്ടസ്റ്റ് പോലും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിക്ക. അഭിപ്രായ സ്വാതന്ത്ര്യം, വ്യത്യസ്തമായ അഭിപ്രായ സ്വാതന്ത്ര്യം, അഭിപ്രായം പറയാനുള്ള അവകാശം, ഇതെല്ലാം തന്നെ ഇതിനകത്തു നിന്ന് നമുക്ക് നഷ്ടമാണ്. ഈ ഡിമോളിഷനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ അന്നത്തെ അവിടുത്തെ സുഹൃത്തുക്കളോട് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അവർ എന്തിനെയാണ്, ഏത് ലീഗൽ പ്രൊവിഷൻസ് ആണ് ഉപയോഗിച്ചത് ഈ ഡിമോളിഷൻസിന് വേണ്ടി? അവര് ഈ ലേക്കിന്റെ അടുത്തുള്ള റിവർ ഫ്രണ്ടിലുള്ള അല്ലെങ്കിൽ റിവർ ബെഡിൽ കൺസ്ട്രക്ഷൻ പാടില്ല എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ എടുത്തിട്ടാണ് ഇത് മുഴുവൻ ചെയ്തത്. ഒരു വെപ്പണൈസേഷൻ ഓഫ് എൻവയറമെന്റൽ ലോസ്. ഈ സമയത്ത് പല സന്ദർഭങ്ങളിലും ഞങ്ങളത് മനുഷ്യാവകാശ പ്രവർത്തകരിൽ നിന്ന് കേൾക്കുകയുണ്ടായി. ചില നിയമങ്ങളെ വളരെ കൃത്യമായി ചില സന്ദർഭങ്ങളിലും സമയത്തും ചിലർക്കെതിരായി മാത്രം ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ആയുധമാക്കി വെക്കുക എന്ന് പറയുന്നതാണ് ഇതിനകത്തുള്ളതാണ്. ചന്ദൗല ലീഗിൽ എന്ത് അതിനുശേഷം നടത്തുന്നു എന്നുള്ളത് പറയാം. അവിടെ അത് ഒരു റിവർ ഫ്രണ്ട് ആകുകയും അവിടെ ഹൈ റൈസസിന് വേണ്ടിയുള്ള അടുത്ത പ്ലാൻ ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ റിയൽ എസ്റ്റേറ്റ് അജണ്ട ഇതിന്റെ പുറകിലൂടെ പ്രവർത്തിച്ചു എന്ന് പറയുന്നതാണ് അതിനകത്ത്. പൊതുവെ യുദ്ധം എന്ന് പറയുന്നത് നമ്മളെല്ലാം തന്നെ സ്റ്റേറ്റിനെ അങ്ങ് ജസ്റ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു സന്ദർഭമാക്കി മാറ്റുക. അവിടെ മനുഷ്യാവകാശങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല. മനുഷ്യാവകാശങ്ങൾ അവിടെ സസ്പെൻഡ് ചെയ്യപ്പെടും. നമ്മളെല്ലാം തന്നെ യുദ്ധത്തിന് വേണ്ടി ചിയർ ലീഡേഴ്സ് ആവുക എന്നുള്ളത് മാത്രമാണ് സ്റ്റേറ്റ് നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അത് മുസ്ലിംസിനെതിരായിട്ടുള്ളതും ഹെയ്റ്റ് സ്പീച്ച് കൂട്ടുന്നതും ഇതുവരെ നമ്മൾ തെറ്റെന്ന് വിശ്വസിപ്പിച്ചിരുന്നതെല്ലാം തന്നെ അതിനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ഒരു പേട്രിയോട്ടിസം ചെയ്യും. ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ സുഹൃത്തൊരിക്കൽ ട്വിറ്ററിൽ ഷെയർ ചെയ്ത ഒരു ന്യൂസ് പേപ്പറാണ്. ആ ന്യൂസ് പേപ്പറിൽ മുസ്ലിംസിനെതിരായിട്ടുള്ള അന്നത്തെ വാർത്തകൾ മാത്രം ഹൈലൈറ്റ് ചെയ്തു. യുദ്ധ സമയത്തുണ്ടായ നമ്മുടെ മുന്നിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ഈ ഞാൻ പറഞ്ഞ വെപ്പണൈസേഷൻ ഓഫ് നേച്ചർ, അതിന്റെ വേറൊരു ഒരു രൂപമായിരുന്നു നമ്മൾ ആരും തന്നെ ചോദ്യം ചെയ്യാതെ, പക്ഷെ നമ്മുടെ സ്റ്റേറ്റ് ഇന്ത്യക്കാരുടേതാന്ന് പറഞ്ഞ് ചെയ്ത ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ ക്യാൻസലേഷൻ അല്ലെങ്കിൽ അതിനെ സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള പ്രഖ്യാപനം. നമുക്കെല്ലാം അറിയാം, ഇൻഡസ് നദി ടിബറ്റിൽ തുടങ്ങി, ചൈനയിൽ തുടങ്ങി, കാശ്മീരിലൂടെ പാകിസ്ഥാനിലെത്തുകയാണ്. പാകിസ്ഥാന്റെ ലൈഫ് ലൈൻ ആയിട്ടുള്ള ഒരു നദിയാണ്. 1960 വേൾഡ് ബാങ്ക് നെഗോഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റിയാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി. ഇതുവരെയുള്ള എല്ലാ യുദ്ധങ്ങളെയും അതിജീവിച്ച ഒരു ട്രീറ്റി. ഇതുപോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രീറ്റി ഇല്ല എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള ഒരു ട്രീറ്റിയാണ്. ഈ ട്രീറ്റി പാകിസ്ഥാന് ചില നദികൾ, ഇന്ത്യക്ക് ചില നദികളും അതിനുള്ള
ഉപയോഗവും അതിനോടുള്ള റീസണബിൾ ആയിട്ടുള്ള ഉപയോഗവും അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രത്തിന് അതിനോടുള്ള ഉപയോഗത്തിന്റെ ഇൻഡസ്, ജേലം, ചേന, പാകിസ്ഥാൻ, ഈസ്റ്റേൺ റിവേഴ്സ്, രവി, ബിയാസ്, സത്ലജ് ഇന്ത്യക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ ട്രീറ്റി പറയുന്നത്. പാകിസ്ഥാന്റെ 90% അഗ്രികൾച്ചർ ഈ ട്രീറ്റിയുമായി ഈ വെള്ളത്തിൽ ആശ്രയിച്ചാണ് ഇതിന്റെ ഡേറ്റ ചെയ്യുന്നത്. പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്ന ക്രോപ്സ് ഈ ഒരു വെള്ളത്തെ ആശ്രയിച്ചാണ് അവരുടെ അഗ്രികൾച്ചർ ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ കുടിവെള്ളം ലാഹോറില്, ഹൈദരാബാദിലെ, കറാച്ചിയിലും ഈ വെള്ളവുമായി ബന്ധപ്പെട്ടാണ്. അവരുടെ എനർജി പ്രൊഡക്ഷൻ, ഇലക്ട്രിസിറ്റി ഈ വെള്ളത്തിലാണ് അവർ ആശ്രയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതെല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്നത് അവരുടെ പ്രൊഡക്ഷൻ സിസ്റ്റവുമായിട്ടും അവരുടെ സാമ്പത്തിക ഭദ്രതയുമായിട്ടാണ്. ഇതിനെ തകർക്കുന്ന ഒരു, അതായത് നദി തടഞ്ഞു നിർത്തും, വെള്ളം കൊടുക്കില്ല, അതിനെ ചിയർ ചെയ്യാൻ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഈ ഒരു യുദ്ധത്തിന്റെ സമയത്ത് കണ്ടത്. ഇതേ വെപ്പണൈസേഷൻ ഒരുപക്ഷെ ചൈന നമ്മളോടും കാണിക്കണം. നമ്മൾ അതിനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുത്തിരിക്കുക. ബ്രഹ്മപുത്ര ചൈനയ്ക്ക് തടഞ്ഞു നിർത്തും. നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ ഭാഗങ്ങളിലെല്ലാം തന്നെ വെള്ളത്തിന് അതിശക്തമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയായിരിക്കും അതിലേക്ക്. പക്ഷേ യുദ്ധത്തിനെ അതിജീവിക്കുന്ന ഒരു ഷെയറിങ്, അതിന് ഒരു സാക്ഷ്യം വഹിച്ച ഇൻഡസ് വാലി ട്രീറ്റിയാണ് ഈ ഭരണകൂടം ഈ പ്രാവശ്യം ഇവിടെ തെരഞ്ഞത്. ഇതാണ് വെപ്പണൈസേഷൻ ഓഫ് നേച്ചർ ആണ്. ഇന്ത്യയും പാകിസ്ഥാനും ഒരു രാഷ്ട്രമായിരുന്ന, അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ ഭാഗമായിരുന്ന, ഒരു വിശാലാർത്ഥത്തിലുണ്ടായിരുന്ന രാഷ്ട്രങ്ങൾ, അവിടെയാണ് ഇത് സംഭവിച്ചത്. മൂന്നാമതായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഞങ്ങളെല്ലാം തന്നെ ഡിസാസ്റ്റർ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡിസാസ്റ്റർ നിയോ ലിബറലിസം. ഏത് ഒരു 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 ക്രൈസിസ് ഉണ്ടാകുമ്പോഴത്തേക്കും ആ ക്രൈസിസിനകത്ത് ഒരു നിയോ ലിബറൽ വിജയം അവർ പ്ലാൻ ചെയ്യും. നമ്മുടെ ഡങ്കൽ ഡ്രാഫ്റ്റ് നിയോ ലിബറൽ ഡിസ്റ്റർബ് ക്യാപിറ്റലിസത്തിന്റെ വേറൊരു രൂപം ഈ യുദ്ധത്തിന്റെ സമയത്ത് നമ്മൾ കണ്ടു. ഒന്ന്, 3 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന UK-യുമായിട്ടുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്. ഇന്ത്യയിലെ കർഷകർ, ഇന്ത്യയിലെ ഡയറി, ഈ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ആള്, മത്സ്യത്തൊഴിലാളികൾ, ഇതിനെല്ലാം തന്നെ ചലഞ്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ആണ് UK-യിൽ നിന്ന് സാൽമൺ, ലാംബ്, മറ്റു കാര്യങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി തീരുവ കുറയ്ക്കാനായിട്ടുള്ള തീരുമാനം. ഇന്ത്യ UK ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഈ ഒരു യുദ്ധത്തിനിടയിൽ കൺട്രോൾ ചെയ്യുകയും അതിനകത്ത് 90% ഓഫ് UK-യിൽ നിന്ന് വരുന്ന സാമഗ്രികൾ, അതായത് അതിനകത്ത് പ്രോഡക്ട്സ്, വിസ്കി, ആൽക്കഹോൾ ഉണ്ട്, ഓട്ടോമൊബൈൽസ് ഉണ്ട്, കെമിക്കൽ, ഇതിനെല്ലാം തന്നെ ടാരിഫ് കുറയ്ക്കാനാണ് തീരുമാനം. പൊതുജനങ്ങളുടെ എന്താ പറയുന്ന ഒരു കൺസൾട്ടേഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ അതിൽ നിന്നും വളരെ എളുപ്പം അവർക്ക് പാസ്സാക്കാനായിട്ട്. ഹരിയാനയിലെ വീണ്ടും കുറെ കർഷകർ അതിനെതിരെ സമരം നടത്തി. അതിന്റെ പിക്ചർ ഹിന്ദുവിൽ വന്നതാണ് ഞാൻ ആദ്യം അതിൽ നിന്നും ബേറ്റിരുന്നത്. പക്ഷെ ഈ ഒരു യുദ്ധത്തിനകത്തുകൂടെ അതിലൊരു കാഷ്വാലിറ്റി എന്ന് പറയുന്നത്, വേറൊരു കാഷ്വാലിറ്റി എന്ന് പറയുന്നത് ഈ പബ്ലിക് ഡിസ്കോഴ്സും പബ്ലിക് കൺസൾട്ടേഷനും പൊതുസമൂഹങ്ങളുടെ നയപരമായിട്ടുള്ള ഇടപെടലിനകത്ത് ഉള്ള മാറ്റി നിർത്തലും. UK
ട്രീറ്റിയെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ട്രീറ്റിയിൽ വളരെ കാര്യമായി വിൻ വിൻ ആണെന്ന് പോലും കർഷക സമൂഹം, സ്മോൾ വ്യവസായ SMSEs, സ്മോൾ മീഡിയം യൂണിറ്റ്സ് വർക്ക് ചെയ്യുന്ന ആളുകൾ, അവരുടെ അസോസിയേഷനുകൾ എല്ലാം തന്നെ വളരെ കൃത്യമായി ഈ യുദ്ധം എന്ത് സൃഷ്ടിക്കും എന്നുള്ളതിനെ കുറിച്ച് ആശങ്ക ഉണ്ടാക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ആ സമയത്ത് India-US ട്രേഡ്. നമുക്കെല്ലാം അറിയാം, ഈ ട്രേഡ് വാസ് ഒരു ക്യാരറ്റ് ആയിരുന്നു, ട്രംപ് ഉപയോഗിച്ച ഒരു ക്യാരറ്റ് ആയിരുന്നു ഈ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട്. പക്ഷേ India-UK ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് കഴിഞ്ഞ 3 വർഷമായി പൊതുജന സമൂഹത്തിന്റെ മുന്നിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ട്രേഡ് അഗ്രിമെന്റ് ആണ്. India-US ട്രേഡ് അതിന്റെ ഇന്ത്യൻ ഈ കോൺട്രാക്ട്സ്, അതായത് ഈ ഗവൺമെന്റ് പ്രൊക്യൂർമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ് ആ പ്രൊക്യൂർമെന്റിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. ആ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് അവര് തീരുമാനം എടുത്തു എന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഇന്ത്യയിൽ ഒഫീഷ്യലായി പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഏകദേശം $50 ബില്യൺ മാർക്കറ്റ്, അതായത് ചെറുകിട വ്യവസായികൾ ചെയ്തുകൊണ്ടിരുന്ന പ്രൊക്യൂർമെന്റ്, സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന പ്രൊക്യൂർമെന്റ്, ഗവൺമെന്റ് പ്രൊക്യൂർമെന്റ് മേഖല US-ന് തുറന്നു കൊടുക്കാനായിട്ടുള്ള തീരുമാനം ഈ സമയത്താണ്. അതോടൊപ്പം തന്നെ ഏകദേശം ട്രംപ് ഡിക്ലെയർ ചെയ്ത താരിഫിനോട് ബന്ധപ്പെട്ട് അതിനെ ചോദ്യം ചെയ്യാതെ 60% ഓഫ് ഓൾ ദ ഗുഡ്സ് ഫ്രം US അതിന് റിഡക്ഷൻ നൽകാൻ നമ്മൾ തയ്യാറാണ്, നമ്മുടെ ടാരിഫ്സ് കുറയ്ക്കാൻ നമ്മൾ തയ്യാറാണ്, US-ന്റെ ഗുഡ്സ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ തയ്യാറാണ് എന്ന് ഡിക്ലെയർ ചെയ്യുകയാണ് ചെയ്തത്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ച നടക്കുമ്പോൾ എനിക്കറിയാം മനുഷ്യ സമൂഹത്തിന്റെ പ്രശ്നങ്ങളായിരിക്കും ചർച്ച ചെയ്യാൻ ഒരുപക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് നിങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടാനുണ്ടായിരുന്നത് ഈ 3 കാര്യങ്ങളായിരുന്നു. ഒന്ന്, ഇതിനകത്തൂടെ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതും ഒരു ക്ലോസിംഗ് ലൈവ്ലിഹുഡ്സുമാണ് ഈ ട്രീറ്റീസിനകത്തൂടെ കാണുന്നത്. നമ്മുടെ ലോക്കൽ പ്രൊഡ്യൂസേഴ്സിനെ, അവരുടെ ശബ്ദങ്ങൾ ഇതിനകത്ത് ഈ ഒരു ട്രേഡ് അഗ്രിമെന്റ്സിനകത്ത് കേൾക്കാനില്ലാത്ത ഒരവസ്ഥയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ പബ്ലിക് സ്ക്രൂട്ടിനി ഇതിൽ നിന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. കൺക്ലൂഷനായിട്ട് ഞാൻ എഴുതിയത് പക്ഷെ ഞാൻ വായിക്കുന്നതായിരിക്കും എനിക്ക് എളുപ്പം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വാട്സ് നേഷൻ ടേൺ ഇൻവേർഡ്, pride becomes propaganda and dissent becomes a treason. Nationalism becomes a tool to cover up inequality, economic pain, policy failure. It becomes dangerous, it divides, it blinds, and it silences. We must question not just the war itself, but what's done in its name. Are we safer or are we just afraid? Are we freer or are we more silent? Let's resist the idea that war is strength. Real strength lies in peace, in dissent, in equity, and in debate. ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. താങ്ക് യു മഞ്ജു. ചർച്ചകളിലേക്ക് പോകുന്നതിന് മുമ്പ് BI ജേക്കബ് സാറ് അടുത്ത മീറ്റിങ്ങിനെ കുറിച്ചുള്ള അറിയിപ്പ് നൽകുന്നതായിരുന്നു. അടുത്ത വെബിനാറിനെ കുറിച്ചുള്ള അറിയിപ്പ് നടത്തിക്കൊള്ളട്ടെ. അടുത്ത ലൈവ് വെബിനാർ, അതായത് 255ാമത് ലൈവ് വെബിനാർ പതിവ് പോലെ അടുത്ത ശനിയാഴ്ച, അതായത് ജൂൺ 7-ാം തീയതി രാത്രി 8:30 മണിക്ക് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ഇതേ ലിങ്കിലും ഇതേ പാസ്വേഡിലും പ്രവേശിക്കാവുന്നതാണ്. അന്നത്തെ വിഷയം ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് ഫോർ ബെറ്റർ ഹെൽത്ത്. ഇത് അവതരിപ്പിക്കുന്നത് ഡോക്ടർ സാലി ജേക്കബ്, നാച്ചുറോപ്പതി സ്പെഷ്യലിസ്റ്റ് ആണ്. അടുത്ത വെബിനാറിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇതാണ് അടുത്ത വെബിനാറിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു ജേക്കബ് സാർ. ഇപ്പോൾ ചർച്ചകൾക്ക്
താല്പര്യമുള്ള സിസ്റ്റത്തിലൂടെ കൈ ഉയർത്തിയാൽ അതനുസരിച്ച് പേരുകൾ വിളിക്കുന്നതാണ്. ശ്രീ വർഗീസ് എബ്രഹാം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രീ വർഗീസ് എബ്രഹാമിന് സംസാരിക്കാം. ഗുഡ് ഈവനിങ് എവരിബഡി. ഇന്ന് ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത ടോപ്പിക്കിനെ വളരെ ആധികാരികമായിട്ട് ചർച്ച ചെയ്ത് പറയാൻ സംസാരിക്കാൻ യോഗ്യതയുള്ളതും അതിനെക്കുറിച്ച് അതിൽ എക്സ്പീരിയൻസ് ഉള്ളതുമായിട്ട് മാന്യദേഹമാണല്ലോ സംസാരിച്ചത്. പക്ഷേ ഇന്നത്തെ ചർച്ച അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് വരുമല്ലോ. അപ്പൊ നമുക്ക് മ്യൂച്വലി എല്ലാവരുടെയും ഒപ്പീനിയനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുകയും വേണമല്ലോ. അത് വെച്ചുകൊണ്ട് എൻ്റെ ചില കാഴ്ചപ്പാടുകൾ. അപ്പൊ ഈ മീറ്റിംഗ് ഞാൻ വരുമ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് ഉദ്ദേശിച്ചത് യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരെ കുറിച്ചും അവരുടെ പ്രയാസങ്ങളെ കുറിച്ചും ചിലപ്പോൾ പാകിസ്ഥാനിൽ എന്തോ നടന്നിരിക്കുന്നത് നമ്മുടെ മീഡിയ കറക്റ്റായിട്ട് പറയത്തില്ല. അപ്പൊ അതൊക്കെ കുറച്ചൊക്കെ നമുക്കൊരു മനുഷ്യത്വപരമായിട്ട് അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുമെന്ന് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ അവതാരകൻ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ ഇതിനകത്തൊരു ചെറിയ പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നു. അതായത് എല്ലാം നമ്മൾ നമ്മുടെ ഗവൺമെന്റ് ചെയ്തിട്ടുള്ള എല്ലാം ചെയ്തതിന്റെ ഒരു മറുവശമാണ് നമ്മൾ ഇതിനകത്ത് കാണുവാനായിട്ട് സാധിച്ചത് എനിക്ക് തോന്നുന്നു. ഒന്നാമത്തെ കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാം, പാൽഗാമിലെ ആൾക്കാരെ വിളിച്ചു നിർത്തി നീ ഏത് ജാതിയാണ്, നീ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവനാണെന്ന് ചോദിച്ചിട്ട് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് തുടങ്ങിയത് വേറൊരു രാജ്യത്ത് നിന്നാണ്. നമ്മൾ കേരളത്തിലുള്ളവരെ ഈ യുദ്ധത്തിന്റെ കെടുതികൾ എന്തെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല, നമ്മളത് അനുഭവിക്കുന്നില്ല. നമ്മൾ ഈ പേപ്പറിലൊക്കെ വായിച്ച് നമ്മുടെ ഇപ്പോൾ യൂട്യൂബർമാർ പറയുന്നതൊക്കെ കേട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമാണ് നമുക്കുണ്ടായത്. അപ്പൊ നമ്മളെ ഇന്ന് ഏത് ഭരണമാവോ, ഇന്ദിരാഗാന്ധി കോൺഗ്രസിന്റെ ആയാലും കൊള്ളാം, അല്ലെ BJP-യുടെ ഏതായാലും കൊള്ളാം, നമ്മുടെ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണ് നമ്മളെ കംപ്ലീറ്റ് രാജ്യത്തെ ഒരു അംബ്രല കൊണ്ട് കവർ ചെയ്ത് വെക്കുക എന്നുള്ളത്, ഒരു പ്രൊട്ടക്ഷൻ ചെയ്യുന്നതിന്. ആ ഒരു കാര്യത്തിൽ നമ്മുടെ ഗവൺമെന്റ് ഇപ്പൊ ഭരിക്കുന്ന ഏത് ഗവൺമെന്റ് ആയാലും അതാത് കാലങ്ങളിൽ ഭരിക്കുന്ന ഗവൺമെന്റുകൾ അതിനുവേണ്ടി പൂർണ്ണമായിട്ട് തീർച്ചയായിട്ടും അതിനുള്ള ന്യായപരമായിട്ടുള്ള രീതിയിൽ ഇന്ത്യൻ ജനങ്ങളോട് ന്യായം കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് കഴിഞ്ഞ് രണ്ടാമത് പറഞ്ഞത് അഹമ്മദാബാദിലെ ബംഗാളികളെ കുടിയിറക്കിയതാണ്. തീർച്ചയായിട്ടും അതിനകത്ത് തെറ്റുകൾ വന്നിട്ടുണ്ടായിരിക്കാം. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തേണ്ടതാണ്. ബംഗാളികളല്ലാത്തവരെ മാറ്റിയിട്ടുണ്ടെങ്കിൽ, അന്യായം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ടതാണ്. പിന്നെ അവിടെ ഹിഡൻ അജണ്ട ഉണ്ട്, വലിയ വലിയ പ്രോജക്റ്റുകളുണ്ട്. തീർച്ചയായിട്ടും കാണുമായിരിക്കും. കാര്യം സാബർമതി ആശ്രമം അഹമ്മദാബാദ് സിറ്റിയുടെ കണ്ണായ സ്ഥലമാണ്. ഗവൺമെന്റിന് പല പ്രോജക്റ്റുകളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. പക്ഷെങ്കിൽ ബംഗാളികൾ നമ്മുടെ നാട്ടിൽ ഇല്ലെന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ ഒക്കുമോ? ബംഗാളികൾ ബംഗ്ലാദേശികൾ, അത് ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് 20 ലക്ഷം ബംഗ്ലാദേശികളുണ്ടെന്നാണ് പറയുന്നത്. നമുക്കത് നിരാകരിക്കാൻ ഒക്കത്തില്ല. ഇപ്പൊ നമ്മുടെ ആൾക്കാരെ ഇന്ത്യയിൽ നിന്ന് USA എന്ന് പറഞ്ഞു വിടുമ്പോൾ നമ്മൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. കാനഡ എന്ന് പറഞ്ഞു വിടുമ്പോൾ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ രാജ്യത്തും അനധികൃതമായിട്ടുള്ള ആൾക്കാർ മനുഷ്യത്വപരമായിട്ട് നമ്മൾ പോകാൻ പറയുന്നില്ല. ബംഗ്ലാദേശ് വാറിന്റെ ടൈമിൽ 71 വാറിന്റെ ടൈമിൽ വന്നവരെല്ലാം നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്നു. അനധികൃതമായിട്ട് ഇവിടെ വന്ന് താമസിച്ച് നമ്മുടെ നാടിന് അഗനിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന, മര്യാദയ്ക്ക് ജീവിക്കാന്നെല്ലാം കുഴപ്പമില്ല, പ്രവർത്തിക്കുന്ന ബംഗ്ലാദേശികൾ ഉണ്ടെങ്കിൽ അവളെ നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞു വിടണം. പിന്നെ മൂന്നാമത് പറഞ്ഞത് വെള്ളത്തിന്റെ കാര്യമാണ്, അല്ലെങ്കിൽ വെള്ളത്തിന്റെ കാര്യമാണ്. അതിൽ ജലം, ചീനാബ്, റവി, സത്ലജ്, ബിയാസ് ഇങ്ങനെ 4 നദികളാണുള്ളത്. അപ്പോൾ വെള്ളത്തിന്റെ കാര്യം കുടിനീര് കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെങ്കിൽ ഇത്രയും നമ്മുടെ പാർലമെന്റ് വരെ ആക്രമിച്ച രീതിയിൽ ഇവരെ എങ്ങനെ നമ്മൾക്ക് അത് മര്യാദക്ക് നിർത്താം? ഇപ്പോഴും ആ ട്രീറ്റി ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല, സസ്പെൻഡ് ചെയ്തെന്നേ പറഞ്ഞിട്ടുള്ളൂ. അവർ ലൈനിൽ വരെ വന്ന് ന്യായമായ രീതിയിൽ അവരും ഈ ആതങ്കവാദികളെ അല്ലെങ്കിൽ ഈ ടെററിസ്റ്റിനെ നമ്മുടെ നാട്ടിലേക്ക് കടത്തി വിടാതിരിക്കട്ടെ
ഇല്ല എന്നുള്ള തീർച്ചയായും അങ്ങനെയുള്ള ഒരു തീരുമാനം അവരും അറിയിക്കട്ടെ. അപ്പൊ അങ്ങനെ മ്യൂച്വൽ അക്രോസ് ദി ടേബിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനൊക്കുമല്ലോ. പിന്നെ യുദ്ധത്തിനെതിരെ ആരും ഒന്നും ചെയ്തില്ല, ആരും ഒരു പ്രകടനവും നടന്നില്ല, ആർക്കും യുദ്ധം ഇഷ്ടമല്ല. ഒരു 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 ചെറിയ ഒരു തുള്ളി രക്തം ചിന്തുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷെ നിവൃത്തിയില്ലാതൊന്നും എന്ത് ചെയ്യും? നമ്മൾ അടങ്ങിയിരുന്ന് കൊടുക്കാൻ നമുക്ക് ഒക്കത്തില്ലല്ലോ. നമ്മൾ അങ്ങോട്ട് ആക്രമിച്ചതല്ലല്ലോ. അപ്പൊ നമ്മൾ അടങ്ങിയിരുന്നിട്ടില്ല. നമ്മൾ ആരും, എല്ലാവർക്കും ഇതിലുണ്ട്. നമ്മുടെ ഈ എക്കണോമി പുരോഗമിക്കുന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരു ദിവസം അല്ലെ 2 ദിവസം അല്ലെ ഒരാഴ്ച യുദ്ധം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന നമ്മൾ ഇത്ര പുറകോട്ടാ പോകുന്നത് നമ്മൾക്കെല്ലാം അറിയാം. അത് വളരെ വേദനയോടുകൂടി നോക്കിയിരുന്ന് വേദനിക്കുന്ന അറിവുള്ള കുറെ ആൾക്കാർ ഇന്ത്യയിൽ ഇല്ലേ? അപ്പൊ നമുക്ക് പ്രതികരിക്കാനോ അങ്ങനെ യുദ്ധം നിർത്തണമെന്നോ പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർ വന്നേനെ. ഇത് നമ്മളെ വിളിച്ചു വരുത്തി, നമ്മളെ പോയിന്റ് ബ്ലാങ്ക് വെടിവെച്ച്, നമ്മുടെ മതം ചോദിച്ച് വെടിവെച്ച് നമ്മളെ എങ്ങനെ ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് പ്രതികരിക്കാൻ കുറെ സമയം വേണം, അല്ലെ അതുപോലുള്ള നാശങ്ങൾ ഉണ്ടാകണം. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് പറയുന്നത് അവരുടെ ഒരു പാർലമെന്റ് മന്ദിരത്തിനോ ഒരു ആർമിയുടെ ഹെഡ്ക്വാർട്ടറിനെ ഒന്നും ആക്രമിച്ചിട്ടില്ല. നമ്മൾ പറയുന്നത് അവരുടെ ഈ ടെററിസ്റ്റിന്റെ പോയിന്റ്സ് ആക്രമിച്ചെന്നാണ് അവർ പറയുന്നത്. അല്ല നമ്മൾ പാർലമെന്റ് അല്ല അവരെ പൊതുജനങ്ങൾക്ക് അതിനകത്ത് കുറെ മരണം അവിടെ ഉണ്ടായിക്കാണ്, ഇവിടെ ഉണ്ടായിക്കാണ്. തീർച്ചയായിട്ടും യുദ്ധം ഒരിക്കലും ഒരു സൊല്യൂഷൻ അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് പൊതുജനങ്ങളെ ഒരു യുദ്ധം ഡിക്ലെയർ ചെയ്ത് എല്ലാവരും അടിക്കുകയാണെങ്കിൽ നമുക്ക് അന്നേരം ആൾക്കാർ കൂടുതലായിട്ട് മുന്നോട്ട് വന്നേനെ ചിലപ്പോൾ ഇത് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ യുദ്ധം ഒന്നിന്റെ ഒരു സമാധാനമല്ല. നമ്മൾ ഈ പറഞ്ഞതിനകത്തുള്ള നെഗറ്റീവ് അല്ല, ഈ പറഞ്ഞതിനകത്തുള്ള ഒപ്പീനിയൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നതോട് പറയട്ടെ, നമ്മുടെ ഗവൺമെന്റ് നമ്മളെല്ലാം ഒരു 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 ഷീൽഡിനകത്ത് പൊതിഞ്ഞ് നമ്മളെ രക്ഷിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് നമ്മൾ ഇന്ന് ധൈര്യമായിട്ട് ഇന്ന് ഈ മീറ്റിംഗ് പങ്കുകൊള്ളുന്നു. ഞാൻ പ്രബന്ധ അവതാരകനോടുള്ള അദ്ദേഹത്തിന്റെ എല്ലാ ഒപ്പീനിയനോടും തീർച്ചയായിട്ടും അതിനെ അംഗീകരിച്ചും അതിനെ റെസ്പെക്ട് ചെയ്തും കൊണ്ടാണ് എന്റെ വ്യൂസ് ഞാനിവിടെ അവതരിപ്പിച്ചത്. താങ്ക് യു വർഗീസ് എബ്രഹാം സാർ. ഇപ്പോഴ് മജു സാറിന് ഇതിനോട് പ്രതികരിക്കാനുള്ള അവസരമാണ്. 2 ചിന്താധാരയും 2 ഒപ്പീനിയനുമാണ്. ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനോ ഒരു ആൻസറും ഇല്ല. 2 പെർസ്പെക്റ്റീവിൽ നിന്നുള്ള ഞങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഞാൻ ഉന്നയിക്കാൻ ഉദ്ദേശിച്ച ഒരു സാധനം ദ ഫെയിലിയർ ഓഫ് ന്യൂക്ലിയർ ഡിറ്ററൻസ് എന്ന ഒരു പ്രധാനപ്പെട്ട ന്യൂക്ലിയർ ബോംബ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ക്രോസ് ടെററിസം, പ്രത്യേകിച്ച് ഇന്ത്യ കാണുന്ന ഒരു ടെററിസം, നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് വളരെ കാര്യമായി പങ്കെടുക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അതിനെ തടയാനായിട്ട് ഉപകാരമല്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഇതിന്റെ ചർച്ച നടക്കുമ്പോ തന്നെ, പൊക്കറൻ ചർച്ച നടക്കുമ്പോ തന്നെ അന്ന് US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പറഞ്ഞ ഒരു ഇതുണ്ട്, why India has to go through the trouble of testing even the likelihood of consequence that India becomes less secure. ന്യൂക്ലിയർ ബോംബ് ഉള്ളതുകൊണ്ട് നമ്മൾ സെക്യൂർ ആണ് എന്നൊന്ന് ഒരു ഫീൽഡ് അങ്ങനെ ഫീൽ ചെയ്യുന്നു. We are not secure just because we have a nuclear bomb. Deterrence doesn't. If we have to live together in this world, we have to find ways of living together. അതിന് നെഹ്റുവിയൻ പദ്ധതിയിൽ തുടങ്ങി വെച്ചിട്ടുള്ള രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധവും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള കൂടുതൽ എന്താ പറയുന്നത് സ്വരച്ചേർച്ചയും കോപ്പറേഷൻ, ഇതാണ് ഇതിനുള്ള ഒരു പോം വഴി. അല്ലെങ്കിൽ മ്യൂച്വൽ അഷ്യൂറൻസ്. എന്റെ പോയിന്റ് അത് മാത്രമാണ്. 2, എന്റെ പോയിന്റ് വളരെ കൃത്യമാണ്. ഈ ഒരു വാർ, ഞാൻ ആ വാറിന്റെ മെറിറ്റിനോട്ടാണ് പോയത്. അതിന്റെ ഇമ്പാക്ട് ബാക്ക് അറ്റ് ഹോം ഈ സൈലൻസിങ് ഓഫ് ഡിസെന്റ്,
ടാർഗറ്റിംഗ് ഓഫ് മൈനോറിറ്റീസ്. അതോടൊപ്പം തന്നെ വെപ്പണൈസേഷൻ ഓഫ് നേച്ചർ, എൻവയറമെന്റൽ ലോസ് ആണെങ്കിലും വെള്ളമാണെങ്കിലും പോലും യുദ്ധത്തിന് ചില നിയമങ്ങൾ, യുദ്ധത്തിന് പോലും ആ നിയമങ്ങൾക്ക് പോലും കുടിവെള്ളം കൊടുത്തില്ലേലും യുദ്ധം ജയിക്കാം എന്ന് തോന്നുന്നിടത്ത് നമ്മുടെ മനസ്സുകൾ വെച്ചോടെ. താങ്ക് യു സാർ. അടുത്തായിട്ട് ശ്രീ ജിബു ചെറിയാൻ സാറിന് സംസാരിക്കാം. Yeah, Mr. Maju Abraham, rest of the speakers. Please give me some time to talk because I would like to express my views. Second is, don't crowd me by telling there is Sunday tomorrow, etc. I will not take that much of time. Mr. Maju Abraham, I don't expect you to react to whatever I'm saying because number one, as far as I'm concerned, you would be in a slightly disadvantaged position as compared to my involvement and experience because I'm part of a think tank which involves the Defense Services College of Wellington, Tamil Nadu. So different war scenarios are charted out even before the war happens. That is the intention of the Defense Services War College. And for those who do not know it, this is people above the rank of the brigadier who have to be there. And they are just like NDA is for the commissioned officers. This is for the super commissioned officers. They have to go through Defense Services College for their next thing. Colonel and above, you have to go through that for your sort of informal qualification to be up to the rank of Major General. As similarly for the other forces also, Navy and this one. So first of all, let me say, I mean, it is all points noted from what Mr. Abraham said. Look, in this Israel-Hamas conflict, Hamas went and inflicted losses on Israel. So when you wake up a sleeping tiger, you should be ready for the consequences of their reaction. So naturally, Israel reacted with whatever things are available. They have superior missiles, pinpoint missiles, which will exactly, using GPS, bombed on pinpoint accuracy up to 5 meters. So when your missile of that level is coming, it doesn't matter whether it's 5 meters or 10 meters. Whatever missile falls, it will be destructive for a 30 meter radius at least. So that's what you have seen. So after this thing, there will be humanitarian this one of war, and United States students making noise over there is not going to change anything as far as Israel is concerned. That is, like somebody said, interfering in the things of another country. And the world as such should have stopped this Gaza affair from starting itself. Now, second, as far as this particular skirmish which we have, it has not been declared as a war. It is all the effects of a war. Now, who came here? Who came to Pahalgam? Who did the infliction? So naturally, we will inflict. And every war has its consequences. And when consequences are concerned, we are not going by any book. This is not a judo match where the rules are written. Oh, you have to do like this, you have to do like that, you get a 5-minute break, etc. This is war. In war, everything goes. At the most, the overriding rules would be that of the Geneva Convention, which was there after World War II happened. So there is no fixed rule as to what can happen with conflict or anything of that sort. Now, as far as we say war, now as far as Google is concerned, it says active conflict zones: Ukraine, Middle East, Israel, Palestine, Syria, Yemen, Sudan, North Sudan, Republic of Congo, Burkina Faso, Nigeria, terrorist insurgency, Myanmar, Afghanistan, ongoing conflict. So all these are wars in which there is no rule book
to be followed. And there is nothing to say that this is violation and that is violation. Everything goes. Now, the knee-jerk reaction to Muslims doing something would be to trouble the civilian population anywhere. Now, Ahmedabad, if there's Bangladeshis involved, it's just their bad luck. Because this is not between India and Bangladeshi. This is in, if whatever Mr. Abraham said, it is between another religion. Another religion has been targeted. And in war, it cannot be this one. This is like telling the police in India have that danda, that lati. And only very few of them have the gun and revolver. UK also is very similar. They don't use force. USA, it is trigger happy. So that is the only language that those people understand over there. So in India, you cannot say, no, you're not supposed to use the revolver. The situation was such, you could have managed with a lati in front of a violent mob, which is religious fueled. The policeman or the CRPF or the paramilitary force doesn't have time to think. Look, people who have worked in Kashmir, I've discussed with them. I don't want to sound like Matthew Samuel that I have discussed everything and that's why I'm talking so authoritatively. When one of their own people is killed in a bomb explosion or a terrorist attack, etc., the revenge factor is so high among them that they just go into the Kashmiri villages and bash up those people. Or they destroy their huts. Or they fool around with the women. Because I said in war, there is no time for emotions. Like human rights are definitely violated by the by the Indian army also and by the Kashmiri villagers over there. There's no time to show me clause number 37 of the United Nations does not allow you this. That's a war situation. Who brought about the war situation? You harboring the terrorist have brought about a war situation in what could have been a peaceful state. You are siding with the enemy, then you cannot expect too much of mercy. In all these sort of things, when war happens, it is a laissez-faire, non-interference, and it can happen. Now, you know, if you look at Kargil war, I told you, I am quite a knowledgeable person on this. I can go on for hours because that is how our discussions at these centers happen. It doesn't happen quickly. Kargil war, 1999. Actually, how much of the military was involved? It was just a battalion and a little bit more. There's so many people who are in Bangalore, Delhi, Hyderabad, cantonments who are not involved in the war. The other forces of ours, the Navy, was just not involved with the Kargil war. Similarly, in this particular skirmish that we have or conflict that we have in 2025 April, the Navy is not involved. Yes, the Army is involved and the Air Force, Army is involved, but not so much. It is the Air Force and the latest technology, which is this thing. Look, none of the nations have come to that level where Jesus said, show me your right cheek and it is my duty to show you my left cheek. War does not have that as a dictum. That is good for civilian life. Like me in Bombay, enjoying life. Then yes, all this philosophy, all the Christian, this thing. And war is absolute war. Now, in the state of Kerala itself, when something you talk against the chief minister, people are punished or this thing, that thing, etc. So in a war, in a conflict situation, when the leader says or the leaders, advisors say that this thing, yes, under the guise of this particular war scenario, certain things can happen. And they are the smart ones. Look, maybe the trade thing was not something which was pushed through at the time of the war to, so the attention is diverted. Maybe this has been talking for quite some time and the powers thought that there is no major war. Whatever we have to do, we have gone and bashed them up properly and now let them react. Now, you will also see on the different talk shows, earlier they were talking one language. Now they are talking another language. For the TRPs of theirs which are concerned, even today,
theories of different things are happening just to keep the TRP thing alive. But let me assure you, the ground reality is quite different, because the people who are involved with all these drones and this one, they are not going to open their mouth. They'll never come to know reality. Now the chief of army F staff comes out and tells us that yes, I had problems. I don't get armament at the correct time, etc., etc. He should not have told this in April and May of 2025. If he had come in earlier, he should have told this in 2023, so we could be sufficiently geared up in case there is a skirmish. And today also, using the lessons that we have learned from here, we should be prepared for any skirmish. And skirmish has got no territory which is there. That, I'll say, okay, you can only do at Amritsar, Ludhiana, in that line, coming up to Gandhidham. You cannot come to Lucknow. Nothing like that. The range of the missiles is such. You don't need a nuclear thing, because both people at the top in Pakistan, India, UK, everywhere, they know what is nuclear and the consequences of nuclear. So it will be all with BrahMos missiles and S-400 or whatever you have, that you will be fighting the war. So you have to be realistic. Number one, when war happens in any skirmish, we are having a skirmish after 25 years. Any skirmish, my sincere prayer is, God, please stop this as quickly as possible. Let the powers on both the sides understand. Like in Kargil, everybody said the Pakistan government is trying to camouflage its economic depravity, that they are in a very bad financial situation. Now, Pahalgam, it's an ongoing battle. It's just an ongoing battle, and there are enough methods in which we can stop. But we say that India's thing looks to me like this. They know Pakistan is the aggressor, and they act absolutely Christian and allow him to come inside, give him food because he's your guest, and he goes back and again commits war with you. War, there is no rules of the war. There's only victory, and the victor is the most important person. And Mr. Ancheri, Reverend Ancheri, allow me to talk, because if there is some sense in what I'm saying. I understand as a moderator. Please do not snub me at every time. Mr. Ancheri, please do not submit at any time, because I've always noticed that please be open to a few words. Right? Time is there. Not many people have put up their hand. I'm looking at that also. So allow me to talk. Mr. Wilson also, if you guys don't want me to talk, I shall not talk. But let me complete my 2-3 sentences, which will say that this topic of war and its consequences, it's not an easy topic, because we had a skirmish recently. Yes, our memories are fresh. But as I repeat again and again, war is not something that you play by the book. In the olden days also, we had unorthodox methods of fighting. And today, in 1965, we had unorthodox methods of fighting. Of course, 1971, we had another unorthodox method of fighting. There, the motives were different. But in this particular case, when Pakistan wants to prove itself somewhere, or Pakistan is a proxy for China, but China also would know that you cannot take on the Indian public without people taking sides. And the best thing is, after this war, if you really observe, our country's people had to go to so many countries to tell those people what has happened and what is our point of view. War is war. You don't have to explain anything. From wherever we stop, life goes on over there. Thank you very much for listening to me. I hope some of you all are enlightened by this. I said to Mr. Abraham and the moderator, no need to ask Mr. Abraham for his reaction, unless he wants to say something. Okay, Maju, you can, if you want, you can reply. ഞാൻ പറഞ്ഞത് എന്റെ പോയിന്റ് റീഇൻഫോഴ്സ് ചെയ്തതേ ഉള്ളൂ. ദ കാഷ്വാലിറ്റി ഓഫ് വാർ എന്ന് പറയുന്നത് സിവിൽ റൈറ്റ്സ് ആണ്, ഹ്യൂമൻ റൈറ്റ്സ് ആണ്. ആ ഒരു പോയിന്റ് മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്.
ഓക്കെ, താങ്ക് യു സാർ. അടുത്തായിട്ട് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത് ഫിലിപ്പ് കല്ലട സാറാണ്. ഫിലിപ്പ് കല്ലട സാറിന് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ശ്രീ മഞ്ജു വർഗീസിൻ്റെ പ്രഭാഷണം ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ അത് അല്പം നിരാശപ്പെടുത്തിയത് യുക്രൈൻ വാറിനെക്കുറിച്ചോ പാലസ്തീൻ വാറിനെക്കുറിച്ചോ അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചോ ഒക്കെ പറയുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം. എന്നാൽ ഇന്ത്യയിൽ നടന്ന യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധഫലങ്ങളെക്കുറിച്ചും ഭാഗികമായിട്ട് മാത്രമേ പറഞ്ഞുള്ളൂ. പറഞ്ഞ കാര്യങ്ങളിൽ പലതും ഇന്ത്യയിലെ 90% ജനങ്ങൾക്കും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളുമാണ്. പ്രത്യേകിച്ച് യുദ്ധാനന്തര ഫലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ യുദ്ധം ആഭ്യന്തരമായിട്ട് നടക്കും. അങ്ങനെ നടന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ആദ്യം സൂചിപ്പിച്ചത്. പ്രത്യേകിച്ച് ഗുജറാത്തിലെ കാര്യം, അഹമ്മദാബാദിലെ മനുഷ്യക്കിരാത വേട്ടയുടെ കഥ ഇന്നത്തെ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രി, അവിടുത്തെ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കാലത്ത് നടന്നത് കുറേ പേർക്കറിയാം. നമുക്കൊക്കെ അറിയാവുന്ന അവിടുത്തെ ജനങ്ങളുടെ നമ്പർ വളരെ കുറച്ച് മരിച്ചു എന്നാണ്. അത് എത്ര മരിച്ചു എന്ന് ഇന്നും ആർക്കും അറിയില്ല. അത്ര ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. അതിനുശേഷമാണ് ഈ ചമ്പോള ലേക്കിന് സമീപത്തേക്ക് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി അവരെയൊക്കെ ജയിലടക്കുകയും പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ആരും അറിയിക്കുകയോ ചെയ്യാതിരിക്കുകയും ചെയ്ത അനുഭവങ്ങൾ. ഇതൊക്കെ യുദ്ധത്തിൻ്റെ അനന്തര ഫലങ്ങളാണ്, ആഭ്യന്തര യുദ്ധത്തിൻ്റെ. ഇതേ ലോകത്തിൽ എല്ലാ രാജ്യത്തും ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ യുദ്ധമുണ്ടാകുന്നുവെങ്കിൽ അതിനെ എങ്ങനെ നേരിടണം? യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ കെടുതി നമ്മുടെ പുരോഗതി താഴോട്ട് അടിക്കുമെന്നുള്ളതാണ്. ഒരു യുദ്ധമുണ്ടായാൽ 10 കൊല്ലമോ 30 വർഷമോ നമ്മൾ പുറകിലേക്ക് മാറും. ആ ഒരു അനുഭവത്തിൽ നിന്ന് യുദ്ധത്തെ തടയുന്ന അനുഭവത്തിൽ ഓരോ മനുഷ്യനും അത് തടയുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുവാൻ ബാധ്യസ്ഥരാണ്. ആ പ്രകടനമാണ് നമുക്ക് വേണ്ടത്. അതിൽ ജാതിയോ മതമോ ഇല്ല. ഏതെങ്കിലും പ്രത്യേക ജാതി അവർക്ക് വേണ്ടി വാദിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അറിവില്ലായ്മ, അതിനെ നാം ഒരിക്കലും ന്യായീകരിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്, യുദ്ധാനന്തര ഫലങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാമായിരുന്നു. ഈ 2-3 കാര്യങ്ങളിൽ മാത്രം സമയക്കുറവുണ്ടായിരിക്കാം അദ്ദേഹം ഒതുക്കിയത്. ഇന്ത്യയിൽ മാത്രം, കേരളത്തിൽ ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള 35 ലക്ഷം പേരുണ്ടെന്ന ഏകദേശ കണക്ക്. നോർത്ത് ഇന്ത്യക്കാരും ബംഗ്ലാദേശികളും ശ്രീലങ്കക്കാരും ഒക്കെ ആയിട്ട് ഇത്രയും പേരുണ്ട്. എന്തുകൊണ്ടാണ് അവരിങ്ങോട്ട് വരുന്നത്? ജോലി ഉണ്ടെന്നുള്ള ഒരു കാര്യം. രണ്ടാമത്, ഇവിടെ അവരെക്കുറിച്ച് ഒരു അവേർഷൻ ഇല്ല, വെറുപ്പില്ല. അവർക്ക് മാന്യമായിട്ട് ജോലി ചെയ്യാനുള്ള സാധ്യത ഇവിടെയുണ്ട്. ഈ സാധ്യത ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലുണ്ട്? മറ്റ് വടക്കേ ഇന്ത്യയിൽ വളരെ വളരെ കുറവാണ്. അതുകൊണ്ടാണ് അവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ജാതിമതം ഏറ്റവും ശക്തമായി തീർന്നിട്ടുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അവർ തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് നടക്കും. അതിൻ്റെ ഫലമാണ് നാം പലപ്പോഴും അവിടെ കാണുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് കാശ്മീരിലും സംഭവങ്ങൾ സംഭവിച്ചത്. അവിടെ പക്ഷേ ടെററിസ്റ്റുകൾ വന്നത് പാകിസ്ഥാനിൽ നിന്ന് തന്നെയാണ്. അവർ നേരിട്ടത് വളരെ ഭംഗിയായ രീതിയിൽ നമ്മൾ നേരിട്ടു. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ശരിയായി. പക്ഷേ അതിൻ്റെ ഫലമായിട്ട് 1960 ഉണ്ടാക്കിയ ട്രീറ്റ് അനുസരിച്ച് ഈ വെള്ളം കൊടുക്കാതിരിക്കുക, വെള്ളം തടയുക, ഇതൊക്കെ മാനുഷികമായ മോശമായ പ്രശ്നങ്ങളായിട്ട് പലരും കാണുന്നുണ്ട്. അതിന് ഒരുങ്ങാതെ അത് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അത് മാറ്റി ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം കൊടുക്കണം. ഈ അവകാശമില്ലായ്മ ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഹമാസിൻ്റെ ടീമിനാണ്. അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ, നമ്മൾ ടി വിയിൽ കാണുന്നുണ്ട് എല്ലാ ദിവസവും, 1 ലക്ഷം ആൾക്കാർ 1.5 ലക്ഷം ആൾക്കാർ പാത്രവുമായിട്ട് പിച്ചച്ചത്തിട്ടുമായിട്ട് നിന്നിട്ട് ഭക്ഷണം കിട്ടാതെ തളർന്ന് വീണ് മരിച്ചു പോകുന്ന അവസ്ഥ ഇപ്പോഴും അവിടെ നടക്കുകയാണ്. അതിനെതിരെ ശബ്ദിക്കാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. ഇന്ത്യയിലെ ആഭ്യന്തര പ്രശ്നമൊക്കെ ഇന്ത്യക്കാർ തീർക്കും. അതിനായിട്ട് നമുക്ക് അഭിമാനിക്കാനല്ലാതെ ഒരിക്കലും വെറുക്കാനുള്ള സാധ്യതയില്ല. യുദ്ധം ഉണ്ടാവും. യുദ്ധം ഉണ്ടാകാതിരിക്കുന്നതിൻ്റെ ഗുണമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മുടെ പുരോഗതി മുൻപോട്ട് പോകും, അല്ലെങ്കിൽ താഴോട്ട് അടിക്കും. വൻ രാജ്യങ്ങൾക്കൊക്കെയും ആയുധങ്ങൾ വിറ്റ് ലാഭമുണ്ടാക്കുക എന്നല്ലാതെ മറ്റ് രാജ്യങ്ങളെല്ലാം രക്ഷപ്പെടുത്തി നന്നാക്കണമെന്നുള്ള ആഗ്രഹം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആ ആഗ്രഹത്തിൻ്റെ പിന്നാലെ പോകുന്നത് ശരിയുമല്ല. ഇന്ന് നമ്മൾ പല ട്രീറ്റിയെക്കുറിച്ച് സാറ് പറഞ്ഞു. UK-യുമായിട്ടുള്ള ട്രീറ്റിയിൽ നമുക്ക് അപകടകരമായ കാര്യങ്ങളുണ്ടെന്നൊക്കെ ഉള്ളത് പുതിയ അറിവുകളാണ്. അതൊന്നും ചില കർഷകർക്കൊക്കെ അറിയാം, കുറച്ച് പേർക്കറിയാം.
ബാക്കിയുള്ളവരൊക്കെ ഈ ട്രീറ്റ് കൊണ്ടുള്ള ഗുണദോഷങ്ങളെക്കുറിച്ച് അറിയുവാനോ മനസ്സിലാക്കുവാനോ സാധിക്കുന്നില്ല. എല്ലാം ഗവൺമെൻറ് ചെയ്യുന്നത് നല്ലതാണെന്നുള്ളൊരു തെറ്റായ ധാരണ പലപ്പോഴുമുണ്ട്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനങ്ങളിലേക്ക് ഇത് പറയുവാൻ, കൂടുതൽ മനസ്സിലാക്കുവാൻ, കൂടുതൽ ആൾക്കാർ ഇതിനു വേണ്ടി പ്രയത്നിക്കുവാൻ സാറിനെ പോലുള്ളവർ മുൻപോട്ട് വരണം. എല്ലാ നന്ദിയും അറിയിച്ചു കൊടുക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അടുത്തായിട്ട് ശ്രീ വിൽസൺ കരിമ്പന്നൂർ സാറിന് സംസാരിക്കാം. വിൽസൺ കരിമ്പന്നൂർ സാർ. മജു വർഗീസ് സാറിന്റെ പ്രഭാഷണം കേട്ടപ്പോൾ പലർക്കും പ്രയാസവും വിഷമവും ഒക്കെ ഉണ്ടായെന്നുള്ള പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായി. എന്നാല് ചില സത്യങ്ങൾ നമ്മൾ അറിഞ്ഞത് അല്ല സത്യമെന്ന് പലപ്പോഴും മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾക്കൊന്നും ഒരു സാങ്കത്യവും ഇല്ല. കാര്യം എല്ലാം നമ്മൾ ഈ കേൾക്കുന്ന മീഡിയയിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളും ഈ യൂട്യൂബ് ചാനലുകാര് പറയുന്നതും അതേപടി വിശ്വസിക്കുവാണെങ്കിൽ ഇവിടെ മെയ് 5 മുതൽ 10 വരെ പാകിസ്ഥാന്റെ റാവൽപിണ്ടി തകർന്നിരുന്നു, കറാച്ചി തകർന്നു, ഇങ്ങനെയൊക്കെയായിരുന്നു യൂട്യൂബിൽ കൂടെ വന്ന പ്രഭാഷണങ്ങൾ. അതുകൊണ്ട് നമ്മള് അന്ധമായിട്ട് ഒരു കാര്യത്തിനെയും കാണേണ്ട കാര്യമില്ല. നമ്മൾ അതിനെ ലോജിക്കലി കാണും. ഇപ്പോഴേ എന്റെ മുമ്പിൽ ഒരു കണക്കുണ്ട്. ഞാൻ ആ കണക്ക് വെച്ചിട്ട് പറയുന്നു. ഇന്ത്യയിലെ ടെററിസം വർദ്ധിച്ച കാലഘട്ടങ്ങൾ എന്നാണെന്ന് ചോദിച്ചാല് ഇന്ത്യയിലെ, ഞാനിപ്പോ രാഷ്ട്രീയമായിട്ട് പറയുന്നതല്ല, ഇവിടെ ഒരു വർഗീസ് എബ്രഹാം എന്ന് പറഞ്ഞ ഒരു സാറ് പറഞ്ഞു, നമ്മളങ്ങ് സുരക്ഷിതരാണ്, നമ്മളെ സുരക്ഷിതമായിട്ട് അങ്ങ് സംരക്ഷിക്കുവാണെന്ന്. അതായത് ഇന്ന് ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വരുന്നതിന് മുമ്പേ ഇവിടെ നടന്ന ടെററിസ്റ്റ് ആക്രമണങ്ങളെ മുഴുവനും ഭരിച്ച ഗവൺമെന്റിനെയാണ് കുറ്റം പറഞ്ഞത്. എന്തോ ഒരു ആരോപണങ്ങളായിരുന്നു. നമുക്ക് മറവി ഒത്തിരി കൂടുതലാണ്. അതുകൊണ്ട് നമ്മള് പല കാര്യങ്ങളും ഓർത്തിരിക്കുകയല്ല. അന്ന് ഈ രാജ്യം ഇവര് ഭരിച്ചാൽ, ഞാൻ ആരുടെയും പക്ഷമല്ലെന്ന് ആദ്യമേ പറയുകയാണ്, ഞാൻ ഒരു രാഷ്ട്രീയക്കാരനുമല്ല, ഇവിടെ വലിയ അപകടം ഉണ്ടാവും, ഇത്ര ടെററിസം ഉണ്ടായി, അവിടെ അതുണ്ടായി ഇതുണ്ടായി എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ത്യയിലെ ടെററിസത്തിന്റെ കണക്ക് എടുക്കുകയാണെങ്കിൽ 2014 ശേഷം ഇന്ത്യയിൽ നടന്ന ടെററിസത്തിന്റെ നമ്പർ ഓരോ വർഷവും കൂടുകയായിരുന്നു. അതായത് 2013 694 ടെററിസ്റ്റ് അറ്റാക്ക് ഇന്ത്യയിൽ ഉണ്ടായെങ്കിൽ 2014 അത് 860 2015 884 2016 1025 2017 1000 ഇത് ഞങ്ങൾ തുടരുക. എൻ്റെ കയ്യില് 18 വരെയുള്ള ലിസ്റ്റേ ഉള്ളൂ. ഞാൻ പറയാൻ ശ്രമിച്ച ഇത്രയേ ഉള്ളൂ. എന്തിന്റെ പേരില് രാജ്യത്തിന്റെ സുരക്ഷിതയും ദേശീയതയും പറഞ്ഞ് അധികാരത്തിൽ വന്നവര് അവരുടെ സമയത്താണ് ഏറ്റവും കൂടുതൽ ടെററിസം ഈ രാജ്യത്തുണ്ടായത്. അപ്പോൾ നമ്മളെ പക വീട്ടുന്ന ആൾക്കാരായിട്ട് മാറുന്നതിനേക്കാൾ ടെററിസം ഒഴിവാക്കുവാനുള്ള നമ്മുടെ ഇന്റലിജൻസ് സംവിധാനം യൂട്ടിലൈസ് ചെയ്യുമല്ലേ ബുദ്ധി, അതല്ലേ ഒരു രാജ്യത്തിന്റെ സർക്കാർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചോദ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. അതായത് ഈ ടെററിസ്റ്റ് ആക്രമണങ്ങളുടെ എല്ലാ സംഭവങ്ങള് നമ്മള് പിന്നോട്ട് പോയി പരിശോധിക്കുമ്പോൾ വളരെ വേദനയോടുകൂടി പറയട്ടെ, അവിടെ എല്ലാം നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് പറ്റിയതാ. ജമ്മു കാശ്മീരിന്റെ ഗവർണർ വരെ ഇവിടുത്തെ മിലിറ്ററി കോൺവേയിൽ അറ്റാക്ക് ചെയ്ത സംഭവമായിട്ട് ബന്ധപ്പെടുത്തി അത് വീഴ്ച ഗവൺമെന്റിന് പറ്റിയെന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പൊ അങ്ങനെ ആ കാര്യങ്ങളിൽ പറയുവാണെങ്കിൽ ഈ ആക്രമണങ്ങളും ടെററിസ്റ്റ് അറ്റാക്കുകളും വരാതെ സംരക്ഷിക്കുവല്ലേ എപ്പോഴും ബുദ്ധി. അല്ലാതെ നമ്മൾ സുരക്ഷിതരായിട്ട് കരങ്ങളിലിരിക്കുക, പക്ഷെ നമ്മുടെ ഇവിടെ ടെററിസം അറ്റാക്ക് ചെയ്യുന്നവർ വർദ്ധിച്ചു വരിക. അത് കൺട്രോൾ ചെയ്യാൻ ഞങ്ങൾ അധികാരത്തിൽ എത്തിയാൽ കൺട്രോൾ ചെയ്യും, നിങ്ങളെല്ലാവരും സുരക്ഷിതരാണെന്ന് പറഞ്ഞ് അധികാരത്തിൽ വരികയും അതിനുശേഷം നാൾക്ക് നാൾ ടെററിസം വർദ്ധിച്ചു വരികയും ചെയ്യുമ്പോൾ നമ്മൾ എവിടെ സുരക്ഷിതരാണെന്നാണ് വിചാരിക്കുന്നത്. നമ്മളൊന്നും ഒരു സുരക്ഷിതരും അല്ല.
പക്ഷെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി റിവഞ്ച് നടത്തി പക വീട്ടി അത് യൂട്യൂബ് ചാനലുകാരെ കൊണ്ടും ഗവൺമെന്റ് കൊടുക്കുന്ന റിപ്പോർട്ടുകൾ മാത്രം പ്രസിദ്ധീകരിക്കുന്ന ചാനലുകാരെയും വെച്ചിട്ട് കണക്കുകൾ വെച്ച് ഇവിടെ ആവേശഭരിതരായിട്ട് ഇരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തണം, ഒരു യുദ്ധവും ഒരു രാജ്യത്തിനെയും രക്ഷിക്കുകയില്ല. ഈ യുദ്ധം, ഞാൻ നെഞ്ചുരുങ്ങി പ്രാർത്ഥിച്ച വ്യക്തിയാണ് ഇവിടെ ഒരു യുദ്ധം ഉണ്ടാകരുതെന്ന്. കാരണം എനിക്കറിയാം ഒരു യുദ്ധം ഉണ്ടായാൽ അനേക ആൾക്കാര് വിധവകളാവും, അനേക കുഞ്ഞുങ്ങള് അനാഥരാവും, നമ്മുടെ രാജ്യം 50 വർഷത്തേക്ക് പിന്നോട്ട് പോകും. അപ്പം യുദ്ധം ഒഴിവാക്കുകയാണ് എപ്പോഴും നല്ലതെന്ന് മനസ്സിലാക്കണം. ന്യൂക്ലിയർ ബോംബ് കയ്യിലുള്ളത് കൊണ്ട് അത് എടുത്ത് ഞങ്ങൾ പ്രയോഗിച്ചു കളയാം, വെള്ളം തടഞ്ഞ് പ്രകൃതിയിലൂടെ വെള്ളം തടഞ്ഞ് ഞങ്ങളെ അങ്ങ് പകരം വീട്ടാന്നൊക്കെ പറയുന്നത് കേവലം രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണ്. മനുഷ്യര് കാര്യങ്ങളെ മനസ്സിലാക്കണം. പിന്നെ ഈ പറഞ്ഞ മജു സാറ് പറഞ്ഞ പല കാര്യങ്ങളിൽ എനിക്ക് മജു സാറിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം. സാറ് പറഞ്ഞു ഇന്ത്യയിലെ ഒരു കൂട്ടര് പോലും യുദ്ധത്തിന് എതിരായിട്ട് അല്ലെ യുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു റാലി പോലും നടത്തിയില്ല എന്ന്. അവിടാണ് സാറിനെ പോലുള്ളവർ ഉൾക്കൊള്ളുന്ന സംഘടനകളുടെ പരാജയമല്ലേ അത്? എന്തുകൊണ്ട് ഈ മനുഷ്യാവകാശ പ്രവർത്തകരും യുദ്ധത്തിന്റെ ഭീകരത മനസ്സിലാക്കുന്നവരും ചെറിയ ഒരു പ്രതിഷേധയിലും നമ്മുടെ രാജ്യത്ത് യുദ്ധം വരുന്നു എന്ന് നമുക്കറിയായിരുന്നു, അതിനു മുമ്പേ ചെയ്തില്ല. അതിനകത്ത് സാർ ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകരും ഒരു പരിധി വരെ പരാജയപ്പെട്ടില്ലേ? സാറിന്റെ അഭിപ്രായം കേട്ടാ കൊള്ളാം. താങ്ക് യു വിൽസൺ സാർ. ഇപ്പോഴ് മജു വർഗീസ് സാറിന് സംസാരിക്കാം. അവസാനത്തെ പ്രശ്നോട് എനിക്ക് തോന്നുന്നു അത് മാത്രമേ എനിക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ളൂ. ഈ യുദ്ധത്തിന്റെ ഭീകര നമ്മുടെ ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ എല്ലാം പല സുഹൃത്തുക്കളും ജയിലിലാണ് പല കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു നിലപാടുകൾ എടുത്തതിന്റെ അനന്തരഫലം ഉൾക്കൊണ്ട ആളുകൾ ഉള്ളതുകൊണ്ട് നമ്മളൊരു കോണ്ടെക്സ്റ്റ് നോക്കിയാണ് ചെയ്യുന്നത്. ഇതൊരു ഒരു 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 ലോങ് ടേം ആയിട്ടുള്ള പീസിന് വേണ്ടിയായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. പൊതുജന ഒപ്പീനിയൻ, അതായത് പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാക്കിയെടുക്കുക, അതിന് ഒരു ത്രെഷോൾഡ് ഉണ്ടാവുക. ആ ത്രെഷോൾഡിന്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമുക്ക് കുറച്ചുകൂടെ വിശാലമായി ചെയ്യാൻ കഴിയുന്നത്. ഞങ്ങളുടെ പരാജയം എന്ന് പറയുമ്പോൾ പോലും എന്നെ അതിൽ ഏറെ ദുഃഖിപ്പിച്ചത് നമ്മുടെ ഇടതുപക്ഷത്തിന്റെ പരാജയമായി. കാരണം ഞങ്ങളൊക്കെ വളരെ സ്മോൾ ട്രേ ലോക മഹായുദ്ധം നടക്കുമ്പോൾ തൊട്ടുള്ള ഡിഫറൻസ് ആണ്. യുദ്ധം വരുമ്പോഴത്തേക്ക് എല്ലാ ഇന്റർനാഷണലിസ്റ്റുകൾ പോലും നാഷണലിസ്റ്റുകളായി ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഈ യുദ്ധത്തിന്റെ സമയത്തും ഇടതുപക്ഷ സമൂഹത്തിന് വളരെ കൃത്യമായി യുദ്ധം എന്ന് പറയുന്നത് ഒരു സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരവും അവരുടെ പ്രശ്നങ്ങളും അവരുടെ അധികാരങ്ങളും അവരുടെ റൈറ്റ്സും സംരക്ഷിക്കാനുള്ള പ്രക്രിയയിൽ നിന്ന് വളരെ പിന്നോക്കം കൊണ്ടുപോകുന്നതാണ് എന്ന് പറയാൻ കഴിയുന്നതിന് പകരം ഇവിടുത്തെ ലോക ടൂറിന്റെ ഭാഗമാകാനാണ് നമ്മുടെ MP-മാർക്ക്, ഇടതുപക്ഷ MP-ക്ക് പോലും താല്പര്യമെന്നറിയി നിർത്താൻ സങ്കടം. ഇതിനകത്തൊരു എസ്റ്റാബ്ലിഷ്ഡ് ലെഫ്റ്റ് പാർട്ടീസിന്റെ തുടർച്ചയായിട്ടുള്ള ഇന്ത്യയിലുള്ള ഫെയിലിയറിന്റെ ഒരു ഫെയിലിയറും കൂടെയാണ് വാർ ഇസ് നോട്ട് വാർ ഫോർ ദ വർക്കിംഗ് ക്ലാസ് എന്ന് പറയാൻ പറ്റാത്തത്. ഇവിടുത്തെ വർക്കിംഗ് ക്ലാസിന്റെ നിലപാടല്ല യുദ്ധം. ഇവിടുത്തെ വർക്കിംഗ് ക്ലാസിന്റെ ആവശ്യങ്ങൾ വേറെയാണ് എന്ന് പറയാൻ പറ്റാത്ത ഒരു പരാജയമുണ്ട്. ഞങ്ങളെ പോലെയുള്ള ആളുകൾ പലയിടത്തും പറയുന്നുണ്ട്. ഒരുപക്ഷെ ആ ഒരു മാസ് സ്പേസ് ഞങ്ങൾക്ക് ആ രീതിക്ക് ഉണ്ടായി വന്നു കാണില്ല. പക്ഷേ
അത് സൗത്ത് ഏഷ്യൻ ലെവലിൽ പല പ്രസ്താവനകൾ, പല പൊസിഷൻസും ഒരുമിച്ചെടുക്കുന്നതിനകത്തും ചില ചിന്താ പ്രക്രിയകൾ ദേശത്തിനകത്ത് നടത്തുന്നതിനും ഒരു ചെറിയ മൈനോറിറ്റിക്ക് സാധിച്ചിരുന്നു എന്നുള്ളതും ഒരു കാര്യമാണ്. സെൽഫ് ക്രിട്ടിക്കലായിട്ട് തന്നെ കാണാം ബിസിനസ്. ഞങ്ങൾക്ക് അതിൽ കൂടുതലുള്ള ഇതൊന്നുമില്ല. താങ്ക് യു വെരി മച്ച്. ഞാൻ അതിനോട് ചേർന്ന് ഞാൻ നേരത്തെ പറയാനായിട്ട് വിട്ടുപോയ ഒരു പോയിന്റ്, അതായത് നമ്മൾ സുരക്ഷിതരാണ് എന്ന് ഇവിടെ ഒരു പ്രഖ്യാപനം ഉണ്ടായപ്പോഴേ അതിന്റെ വെളിച്ചത്തില് ഞാൻ പറഞ്ഞത് കാർഗിൽ വാറിനെ പറ്റി വലിയ ഇവിടെ ഡിസ്കഷന് വന്നു. കാർഗിൽ വാർ എങ്ങനെ ഉണ്ടായെന്നറിയാം? ആര് ഭരിച്ചപ്പോഴാണ് ഉണ്ടായിരുന്നറിയാം? നമ്മുടെ ലാൻഡിലോട്ട് എത്രയോ കിലോമീറ്ററുകള് കയറി നമ്മുടെ ലാൻഡ് പിടിച്ചെടുത്തത് നമ്മുടെ രാജ്യം അറിയാതെ പോയതിൽ നിന്നാണ്. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് കാർഗിൽ യുദ്ധം ഉണ്ടായത്. ആരും ഈ കാര്യങ്ങളെല്ലാം മറന്നു. കാർഗിൽ യുദ്ധത്തിന്റെ വിജയങ്ങളൊക്കെ നമ്മൾ ആഘോഷിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് കാർഗിൽ യുദ്ധം നടന്നത്? എവിടാണ് അത്? ഇന്ത്യൻ മണ്ണിലാണ് കാർഗിൽ യുദ്ധം നടന്നത്. അത് മനസ്സിലാക്കുക. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ഇനിയും ഒരാളും കൂടെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. GM രാജു പുലിക്കോട്ടിൽ സാർ, സാറിന് സംസാരിക്കാം. താങ്ക് യു സാർ. ഈ പ്രഭാഷണത്തിന്റെ ആദ്യ ഭാഗം എനിക്ക് കേൾക്കാനായിട്ട് സാധിച്ചില്ല, സോറി. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ മനുഷ്യ ചരിത്രത്തിന്റെ അറിയപ്പെടുന്ന ഒരു കാലഘട്ടം മുതൽ തന്നെ ഈ സമൂഹങ്ങൾ തമ്മിൽ ഒരു സംഘർഷം ഉണ്ട്. ഇവിടെ പണ്ട് മുതലേ ഉള്ള ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. സമൂഹങ്ങൾ തമ്മിൽ പലതിനെ ചൊല്ലിയും സംഘർഷങ്ങളും യുദ്ധങ്ങളും ഒക്കെ സ്ഥിരമായി നമുക്ക് ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാല് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ യുദ്ധങ്ങളായാലും അല്ലെങ്കിൽ സംഘർഷങ്ങളായാലും അത് ഉടലെടുക്കുന്നത് ഒരിക്കലും ഒരു രണ്ട് സമൂഹങ്ങൾ തമ്മിലല്ല, അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലല്ല. അത് ആരംഭം കുറിക്കുന്നത് വ്യക്തികൾ തമ്മിലാണെന്നാണ് എൻ്റെ ഒരു ചിന്ത. നമ്മളിപ്പോൾ അലക്സാണ്ടറുടെ മകനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാര്യം ചിന്തിച്ചാലും, നെബൂഖദ്നേസറിന്റെ ചരിത്രം പഠിച്ചാലും, റോമൻ സാമ്രാജ്യത്തിന്റെ ചരിത്രം പഠിച്ചാലും, ആധുനിക കാലഘട്ടത്തിലുള്ള യുദ്ധങ്ങളൊക്കെ പഠിച്ചാലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ സാധാരണക്കാരായ ആളുകൾക്ക് ഇതിൽ വലിയ പങ്കൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധമാണെങ്കിലും ഈ പുടിന്റെ ഒരു പിടിവാശി എന്നുള്ളത് കവിഞ്ഞ് നമുക്ക് അതിനെ മറ്റൊരു തരത്തിലേക്ക് ഒന്നും കാണുവാനായിട്ട് കഴിയുകയില്ല. അപ്പൊ ഈ രാജ്യത്തിന്റെ ഭരണ നിയന്ത്രണത്തില് ജനങ്ങൾക്ക് ഒരു പങ്കില്ലാത്തത്, അല്ലെങ്കിൽ അവരുടെ ഒരു സ്വാധീന കുറവല്ലേ ഈ യുദ്ധങ്ങളിലൊക്കെ ഈ രാജ്യങ്ങളെ വലിച്ചടയ്ക്കുന്നത്. ഇപ്പൊ നേതാക്കന്മാർ യുദ്ധത്തിന് വേണ്ടി അത്യാർത്ഥ്യം കൊണ്ട് യുദ്ധങ്ങൾ നടത്തുമ്പോൾ അതിന്റെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളുമാണ്. ഹിറ്റ്ലറുടെ ചരിത്രമായാലും മുസോളിനിയുടെ ചരിത്രമായാലും അതെല്ലാം അതിന്റെ നേതൃത്വത്തിന്റെ ഒരു പിടിപ്പുകേട്, അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ ഒരു യുദ്ധത്തോടുള്ള ഒരു അഭിവാഞ്ച, അവരുടെ ഒരു മറ്റുള്ളവരെ ആക്രമിക്കാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു മാനസിക വൈകൃതം, അതൊക്കെയല്ലേ യുദ്ധത്തിലേക്ക് പലപ്പോഴും നയിക്കുന്നത്. അവിടെയുള്ള സാധാരണക്കാര് അതിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണ്. സൈന്യം പോലും അവര് അതിനുവേണ്ടി ബ്രെയിൻ വാഷ് ചെയ്ത് യുദ്ധത്തിലേക്ക് അവരുടെ ഒരു മാനസികമായി അവരെ അതിലേക്ക് കൊണ്ട് എത്തിക്കുകയല്ലേ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അവർ മനസ്സോടെയാണോ സൈന്യം പോലും യുദ്ധം ചെയ്യുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഈ ഒരു ഏകാധിപത്യം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഭരണത്തിൽ കൂടുതൽ ജനാധിപത്യത്തോടുകൂടി ഇടപെടുവാനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചെങ്കിൽ മാത്രമേ ഇത് അവസാനിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ യുദ്ധങ്ങളൊക്കെ അവസാനിക്കണമെങ്കിൽ ഒരു നേതൃപരമായി പങ്കുവഹിക്കാൻ സാധാരണ ജനങ്ങൾക്ക് കൂടി കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. അമിത അധികാരം ഒരു വ്യക്തിയിലും കേന്ദ്രീകരിക്കുവാനായിട്ട് പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അത് യുദ്ധത്തിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. അവരുടെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി
സമൂഹത്തിൽ സംഘർഷങ്ങൾ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെക്കുറിച്ച് സാറിൻ്റെ ഒരു അഭിപ്രായം കൂടി അറിഞ്ഞാൽ കൊള്ളാം. സ്വാഭാവികമായും ഡെമോക്രറ്റൈസേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് കേവലം ഒരു നേതാവിന്റെയോ ജനസമൂഹത്തിന്റെയോ മാത്രം ഇച്ഛാനുഷ്ഠാനങ്ങളിൽ ഉണ്ടാവേണ്ട ഒന്നല്ല. ഒരു സേവരാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ ഒരു ഏത് തരത്തിലുള്ള രാഷ്ട്രമാണ് നമ്മൾ കെട്ടിപ്പടുക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിനകത്ത് സമാധാനവും യുദ്ധവും അതിനുള്ള അത് പ്രയോറിറ്റിയിൽ പുറകിൽ പോകും. കാരണം നമ്മുടെ ഉദ്ദേശം സേവരാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്നുള്ളതായിരിക്കും. ഒരുപക്ഷെ ഒരു ആക്റ്റീവ് ഡിഫൻസ് ഒരു രാഷ്ട്രത്തിന് ആവശ്യമായി വന്നിരുന്നേക്കാം. പക്ഷെ അത് ഒരു രാഷ്ട്രത്തെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമായിരിക്കും. ഒരു ആ രാഷ്ട്ര തലവൻ രാഷ്ട്രീയം എന്ന് പറയുന്ന ക്ഷേമരാഷ്ട്രവുമായി ബന്ധപ്പെട്ട് അത് കെട്ടിപ്പടുക്കുക, അവിടെയാണ് നമ്മുടെ വിജയം ഉണ്ടാവുന്നത്. അത് ഒരു രാഷ്ട്രത്തിന് മാത്രം സാധ്യമല്ല. അതുകൊണ്ട് തൊട്ടടുത്ത രാഷ്ട്രങ്ങളുമായിട്ടുള്ള സഹകരണത്തിലൂടെ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. നമ്മളൊരു ബയോ റീജിയനെ കൂടിയാണ്, നമ്മളൊരു കേവലം ബ്രിട്ടീഷുകാർ വരച്ച ബൗണ്ടറികൾ മാത്രമല്ല, ഇതൊരു ബയോ റീജിയനാണ്. അപ്പൊ നമ്മുടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങൽ ഇതിനകത്ത് നിലവിലുള്ള ഒരു സാഹചര്യം. ഡെമോക്രറ്റൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ്. അതുപോലെ ഒപ്പം തന്നെ നമ്മളെ നയിക്കുന്ന ഐഡിയോളജി, അതാണ് ഞാൻ ക്ഷേമരാഷ്ട്രമാണ് നമ്മളെ കെട്ടിപ്പടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത്. നമ്മളെ നയിക്കുന്ന ഐഡിയോളജി, നമ്മൾ മറ്റ് സമൂഹങ്ങളെയും നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള മറ്റ് സമൂഹങ്ങളെ കാണുവാനുള്ള വിശാലമാക്കുന്നതിനുള്ള വിദ്യാഭ്യാസ പദ്ധതി, ഇതെല്ലാം തന്നെ ഈ ഒരു പ്രക്രിയയുടെ ഭാഗമായി നമുക്ക് ഉരുത്തിരിഞ്ഞു വരേണ്ടതാണ്. വോട്ട് ഓഫ് താങ്ക്സ് പിന്നെയാണല്ലോ. അതെ അതെ ക്ലോസ് ചെയ്യാൻ തോന്നുന്നു, സമയം എത്രയായാലും. അതെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ 254 ലൈവ് വെബിനാറിൽ ഇന്ന് മോഡറേറ്റർ ആയിരുന്ന ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛൻ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൽ നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന ശ്രീ മജു വർഗീസ് സാർ, ബഹുമാനപ്പെട്ട വൈദികരെ, ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ അനുഗ്രഹീതമായി എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി 254 വെബിനാർ അതിൻ്റെ സമാപനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണല്ലോ. ഇന്നും അനുഗ്രഹീതമായി ഈ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കാലാവസ്ഥയുടെയൊക്കെ പ്രതികൂലമുണ്ടായ സാഹചര്യത്തിൽ തന്നെയും ഇത്രത്തോളം പേർക്ക് ഈ വെബിനാറിൽ പങ്കെടുക്കുവാനായിട്ട് വളരെ നന്നായിട്ട് തന്നെ ഈ വെബിനാർ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെയും ഇടയാക്കിയ ദൈവകൃപയ്ക്കായിട്ട് പ്രാരംഭമായിട്ട് നന്ദി അർപ്പിച്ചുകൊള്ളട്ടെ. വളരെ വ്യത്യസ്തമായ വിഷയങ്ങൾ നമ്മൾ ഈ ഫോറത്തിൽ ചർച്ച ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഫോറത്തെ സംബന്ധിച്ച് എന്നും നമ്മൾക്ക് അഭിമാനം നൽകുന്നത്. 254 വെബിനാറുകൾ പൂർത്തിയാകുമ്പോൾ നമ്മൾ 254 വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും അപ്രകാരം എല്ലാവരുടെയും അഭിപ്രായം കേൾക്കുകയും ഒക്കെയും ചെയ്യുവാനായിട്ട് നമുക്ക് ഈ ഫോറത്തിലൂടെ സാധിക്കുന്നു. ഇത് വളരെ അനുഗ്രഹീതമായി മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും പിന്തുണ ഒപ്പമുള്ളതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഈ മീറ്റിങ്ങിൽ യുദ്ധവും യുദ്ധഫലങ്ങളും എന്ന വിഷയത്തെ സംബന്ധിച്ച് ശ്രീ മജു വർഗീസ് സാറ് വളരെ ആധികാരികമായ രീതിയിൽ നമ്മളോട് സംസാരിക്കുകയുണ്ടായല്ലോ. ഈ സംസാരം പ്രത്യേകിച്ച് നമ്മളുടെ ഇന്ത്യ പാകിസ്ഥാൻ ഒരു ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഒരു യുദ്ധ മുന്നണിയുടെ സമയത്തെത്തിയതിന് ശേഷം നടന്ന ഈ ചർച്ച, ഒരു യുദ്ധ അന്തരീക്ഷത്തിന് ശേഷം നടന്ന ഈ ചർച്ച എന്തുകൊണ്ടും വളരെയധികം സാങ്കത്യം നൽകുന്ന ഒരു ചർച്ചയാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രസ്താവിച്ചതുപോലെ ഇസ്രായേൽ ഹമാസ് യുദ്ധം, അതുപോലെ തന്നെ ഉക്രൈൻ റഷ്യ യുദ്ധം, അപ്രകാരമുള്ള യുദ്ധങ്ങളൊക്കെയും ഇപ്പോൾ വളരെ സജീവമായി തന്നെ ഈ ലോകത്ത് നിൽക്കുന്ന ഈ വേളയിൽ പ്രകാരം ഒരു വിഷയത്തെ ആധികാരികമാക്കി ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിൽ നടന്ന ചർച്ച എന്തുകൊണ്ടും അത് പ്രസക്തി അർഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വളരെ മനോഹരമായി തന്നെ ആധികാരികമായി സാറ് ഈ വിഷയം നമ്മളോട് സംസാരിക്കുകയുണ്ടായല്ലോ. പ്രത്യേകിച്ച് പല ഭിന്നാഭിപ്രായങ്ങളും നമ്മൾക്ക് കേൾക്കുന്നവരുണ്ടാകും. അതൊക്കെയും ഇവിടെ പറയുവാനായിട്ട് ഇത് കേൾവിക്കാരെ വളരെ താല്പര്യം കാണിച്ചു. അങ്ങനെ ഇന്നത്തെ ഈ വെബിനാർ പ്രത്യേകിച്ച് ഞാൻ സാറിനെ അഭിനന്ദിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെ പനിയുടെ അസ്വസ്ഥത മൂലം സാറ് ചെറിയ രീതിയിൽ ശാരീരിക ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നുപോയ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ. എന്നാൽ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മുടെ വെബിനാറിൽ പങ്കെടുക്കുകയും ഈ വിഷയത്തെപ്പറ്റി നമ്മൾക്ക് അറിവുള്ളതും അറിവില്ലാത്തതുമായ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയും സംസാരിക്കുവാൻ കാണിച്ച നല്ല മനസ്സിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
സാറിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെയും വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലൂടെ സാറ് മുന്നോട്ട് പോവുകയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. സാറിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെയും ദൈവം കൂടുതലായി ശക്തി നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. തുടർന്നും ഇപ്രകാരമുള്ള മേഖലകളിലൊക്കെയും വിളങ്ങുവാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമാ സ്റ്റഡി ഫോറത്തിൻ്റെ വേദിയിലെത്തി വളരെ നല്ല രീതിയിൽ ഈ പ്രഭാഷണം പൂർത്തിയാക്കുവാനും ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെയും സംശയങ്ങൾക്കൊക്കെയും നല്ല രീതിയിൽ മറുപടി നൽകുവാനും ഒക്കെയും സാറ് സമയം കണ്ടെത്തി ഞങ്ങളോട് സഹകരിച്ചുവല്ലോ. ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമാ സ്റ്റഡി ഫോറത്തിൻ്റെ അതിൻ്റെ അഡ്മിന്മാരുടെ പേരിലുള്ള ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഈ സമയത്ത് ശ്രീ മജു വർഗീസ് സാറിനോട് ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. ഇന്ന് നമ്മുടെ ഈ മീറ്റിങ്ങിൽ മോഡറേറ്റർ ആയിരുന്നത് ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛനാണ്. രാജു അഞ്ചേരി അച്ഛനെ സംബന്ധിച്ച് ലൈറ്റ് ടു ലൈറ്റിനെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് സഹകരണമാണ് രാജു അഞ്ചേരി അച്ഛൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ ഈ സമയങ്ങളൊക്കെയും വളരെ ഫലപ്രദമായി അനുഗ്രഹീതമായി ചിലവഴിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവരാജ്യ ശുശ്രൂഷ എന്ന് പറയുന്നത് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു ശുശ്രൂഷയാകുന്നുവല്ലോ. അപ്രകാരം ഞങ്ങളുടെ മീറ്റിങ്ങിൽ വളരെ വിൽസൺ സാർ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ തുടക്കം മുതൽ ഈ സമയം വരെയും അച്ഛൻ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും അച്ഛൻ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും മോഡറേറ്ററായിട്ടും അതുപോലെ തന്നെ സമാപന പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ ആശീർവാദത്തിനുമൊക്കെയും ബഹുമാനപ്പെട്ട അച്ഛനാണ് നേർന്നു നൽകുന്നത്. ഇന്നും സമാപന പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനുമൊക്കെയും അച്ഛൻ നേർന്നു നൽകുന്നു. അച്ഛൻ വളരെ നല്ല രീതിയിൽ ക്രമാനുഗതമായിട്ട് ഇന്നത്തെ മീറ്റിങ്ങിൽ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് അച്ഛൻ സഹായിച്ചു. ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛന് ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമാ സ്റ്റഡി ഫോറത്തിൻ്റെ പേരിലുള്ള എല്ലാവിധമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചു കൊള്ളട്ടെ. ഇന്ന് നമുക്ക് പ്രാരംഭമായി ഗാനം ആലപിക്കുകയും അതുപോലെ തന്നെ പ്രാർത്ഥന ചെയ്ത് സഹായിച്ചത് ശ്രീമതി സ്മിത മെറിൻ തോമസ് കൊച്ചമ്മയാണ്. വളരെ മനോഹരമായി അതുപോലെ തന്നെ ശ്രുതിമധുരമായ ഗാനമായിരുന്നു. വളരെ അനുഗ്രഹീതമായ പ്രാർത്ഥനയായിരുന്നു. പ്രിയപ്പെട്ട കൊച്ചമ്മയോടുള്ള ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമാ സ്റ്റഡി ഫോറത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നമുക്ക് അനൗൺസ്മെൻറ്റ് നേർന്നു നൽകിയ വി എ ജേക്കബ് സാറ് നമ്മുടെ അഡ്മിൻ കൂടിയായിരിക്കുന്നുവല്ലോ. സാറിൻ്റെയും എല്ലാവിധമായിട്ടുള്ള സഹായങ്ങൾക്ക് ഈ സമയം നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ മീറ്റിംഗ് ഇപ്രകാരം ക്രമാനുഗതമായി മുൻപോട്ട് കൊണ്ടുപോകുന്നത് അതിനു വേണ്ടുന്ന ആൾക്കാരെ ക്രമീകരിക്കുന്നതൊക്കെയും അതിൻ്റെ മിക്കവാറുമുള്ള എല്ലാ വശങ്ങളും ചെയ്യുന്നത് ശ്രീ ബിൽസൺ കരിമ്പന്നൂർ സാറാണ്. നമുക്കെല്ലാവർക്കും അറിയാം 254 വെബിനാറുകൾ ഇങ്ങനെ മുടക്കം കൂടാതെ ഒരു ശനിയാഴ്ച പോലും മുടക്കം കൂടാതെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിൽ സാറിൻ്റെ വിലയേറിയതായിട്ടുള്ള പ്രയത്നമുണ്ട്. ശ്രീ വിൽസൺ കരിമ്പന്നൂർ സാറിനെ ഈ സമയത്ത് അഭിനന്ദിക്കുന്നു. എല്ലാവിധമായിട്ടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ വിഷയത്തെ ആസ്പദമാക്കി ചോദ്യങ്ങൾ ചോദിച്ചവരുണ്ട്. അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയവരുണ്ട്. ശ്രീ വർഗീസ് അബ്രഹാം, അതുപോലെ തന്നെ ശ്രീ ജിബു ചെറിയാൻ, ശ്രീ ഫിലിപ്പ് കല്ലട, ശ്രീ വി മാത്യു, ശ്രീ വിൽസൺ കരിമ്പന്നൂർ സാറ്, ശ്രീ GM രാജു ബ്ലിക്കുഡിൽ സാറ്, അവരൊക്കെയും അവരുടേതായിട്ടുള്ള ചിന്തകൾ ഒക്കെയും ഈ ഫോറത്തിൽ നിന്ന് പങ്കുവയ്ക്കുകയുണ്ടായി. മറ്റുള്ളവർക്കും ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ടൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട് എന്നറിയാം. എന്നാൽ നമുക്ക് സമയത്തിൻ്റെ പരിമിതികളുണ്ടല്ലോ. ഇവരോടെല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ സൂം മീറ്റിംഗ് എല്ലാ നാളും ഒരുക്കി തന്നത് ശ്രീ ജോസ് മാത്യു ആണ്. നിരുൾ മാർത്തോമാ ഇടവാംഗമാണ്. ശ്രീ ജോസ് മാത്യുവിനുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇതിലെല്ലാം ഉപരി എല്ലാ ശനിയാഴ്ചകളിലും നമ്മളുടെ വെബിനാറിൽ പങ്കെടുക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ വെബിനാറിൽ പങ്കെടുക്കുന്നവരാണ് ഈ വെബിനാറുകളുടെ വിജയം. തുടർന്നും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമാ സ്റ്റഡി ഫോറത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. പുതിയ ഒരു വിഷയം ശ്രീ വി എ ജേക്കബ് സാറ് അനൗൺസ് ചെയ്തല്ലോ. ആ വിഷയമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണുമ്പോഴേയും ദൈവം തമ്പുരാൻ നമ്മളെ കാത്തുപരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹീതമായിട്ടുള്ള ഒരു രാത്രികാലം ആശംസിക്കുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ളവരാണെന്നറിയാം. അവരോടായിട്ടുള്ള രീതിയിലുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്. പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേയും ലൈറ്റ് ടു ലൈറ്റൻ സ്റ്റഡി ഫോറത്തിൻ്റെ 254ാമത് വെബിനാർ നടത്തുവാൻ കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്തല്ലോ. യുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങളെയും കുറിച്ച് ശ്രീ മജു വർഗീസിലൂടെ കേൾക്കുവാൻ ഞങ്ങളെ സഹായിച്ചുവല്ലോ. ദൈവമായ കർത്താവെ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും യുദ്ധവും അത് സൃഷ്ടിക്കുന്ന മുറിവുകളും എല്ലാ രാജ്യങ്ങൾക്കും വേദനാജനകമാണെന്നും മനുഷ്യരാശിക്കാകപ്പാനും അത് അപമാനകരമാണെന്നും മനുഷ്യരാശിയുടെ പുരോഗതിയെ അത് ബാധിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. യുദ്ധങ്ങളില്ലാത്തൊരു ലോകം സൃഷ്ടിക്കുവാൻ വേണ്ടി പരിശ്രമിക്കാൻ അവിടെ നിങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവെ, വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും പരസ്പരം കലഹിക്കുന്നിടത്ത് അനുരഞ്ജനവും നൽകുവാൻ തക്കവണ്ണം ക്രിസ്തീയ വിശ്വാസ സമൂഹത്തെ അവിടുന്ന് സജ്ജമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ കേട്ട വചനങ്ങൾക്കായിട്ടും നന്ദിയോടെ സ്തോത്രം.
യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധവുമായ ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നാം എല്ലാവരും കൂടിയും ഇതുവരെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.